നഗരത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ വലിയ കെട്ടിടങ്ങളെക്കാൾ പ്രൗഢിയോടെ വെളുത്ത മാർബിളിൽ തീർത്ത വലിയൊരു വീട് തല ഉയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു. അതിനു ചുറ്റിയുള്ള ഉയർന്ന മതിലിനകത്ത് കോടിക്കണക്കിന് രൂപയുടെ സ്വകാര്യതയും നിശബ്ദതയും ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ആ വലിയ വീട് അങ്ങനെ നിന്നു. അതാണ് വിശാഖ് ചന്ദ്ര മേനോൻ എന്ന ധനികനായ ചെറുപ്പക്കാരന്റെ വീട്. കോടീശ്വരനായിരുന്നെങ്കിലും ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ടായിരുന്നെങ്കിലും വളരെ ഒറ്റപ്പെട്ടതായ ഒരു ജീവിതമാണ് അവൻ നയിച്ചിരുന്നത്. സ്വന്തമെന്ന് പറയാൻ അമ്മ മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു കാർ അപകടത്തിൽ ശരീരം തളർന്നുപോയ ലക്ഷ്മി അമ്മയെ നോക്കാൻ കുറെ സ്റ്റാഫുകൾ ഈ കാലയളവിനിടയിൽ വന്നുപോയെങ്കിലും വിശാഖിനാരെയും വലിയ രീതിയിൽ ബോധിച്ചില്ലായിരുന്നു. ജോലിക്കാരിൽ സകലരുടെയും ആവശ്യം പൈസ മാത്രമായിരുന്നു. എന്നാൽ എത്ര പൈസ കൊടുക്കാനും അവൻ തയ്യാറായിരുന്നെങ്കിൽ പോലും ആ പൈസയ്ക്കൊത്തവണ്ണം പരിചരണം മാത്രം അവന്റെ അമ്മയ്ക്ക് ലഭിച്ചില്ല. ഇപ്പോഴും അമ്മയെ നോക്കാൻ ഒരു സർവന്റിനെ തേടിക്കൊണ്ടിരിക്കുകയാണ് വിശാഖ്. ഇട്ടുമൂടാൻ പണമുള്ളതുകൊണ്ട് തന്നെ പണത്തിന് വില കൽപ്പിക്കാത്ത അവന് ഏറ്റവും ആവശ്യം അമ്മയെ നോക്കാൻ പറ്റുന്ന വിധത്തിൽ നല്ല ക്ഷമയും സ്നേഹവും ഒപ്പം നല്ല വൃത്തിയുമുള്ള ഒരാളെയായിരുന്നു. കാരണം പുറം ലോകവുമായി ബന്ധമില്ലാതെ ആ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ കഴിയുന്ന തന്റെ അമ്മയ്ക്ക് ഉന്മേഷം നൽകാൻ കഴിയുന്ന ഒരാളായിരിക്കണമെന്ന നിർബന്ധം മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് തന്റെ ഓഫീസിലെ സ്റ്റാഫിന്റെ പരിചയത്തിലുള്ള ഒരു പെൺകുട്ടി പേര് ലാവണ്യ അവന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. ആ വലിയ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവളുടെ ഉള്ളിൽ പ്രതീക്ഷയുടെയും ഭയത്തിന്റെയും ഒരലയിളക്കമുണ്ടായിരുന്നു. ദാരിദ്ര്യം കാരണം പകുതിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന പഠനവും സുഖമില്ലാതെ ഇരിക്കുന്ന അമ്മയെ പോറ്റാനുള്ള ഒരവസരം കൂടിയായിരുന്നു അവൾക്ക് ഈ ജോലി. വീടിന്റെ കവാടം കടന്ന് പൂന്തോട്ടത്തിലെ മനോഹരമായ ശില്പങ്ങൾക്കും സ്വർണ്ണ നിറമാർന്ന ഫൗണ്ടനുകൾക്കും ഇടയിലൂടെ അവൾ മുന്നോട്ട് നടന്നു. അകത്തേക്ക് പ്രവേശിച്ചതും ആ വലിയ വീടിന്റെ അകത്തളത്തിൽ കണ്ട കാഴ്ചകൾ ലാവണ്യയെ അത്ഭുതപ്പെടുത്തി. എങ്കിലും ആ വലിയ വീട്ടിലെ വലിയ ആഡംബരങ്ങൾക്കിടയിലും ഒരു തരം നിശബ്ദത അവൾക്ക് അനുഭവപ്പെട്ടു. അവിടെ എങ്ങും ചിരിയില്ല, സംസാരമില്ല, ജീവന്റെ തുടിപ്പില്ല. ആ വീടൊന്നാകെ ഉറങ്ങിക്കിടക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ അവിടെ ചെന്ന് ബെല്ലടിച്ചതും അകത്തുനിന്ന് വിശാഖ് അങ്ങോട്ടേക്കെത്തി. വിശാഖിനെ കണ്ടുമുട്ടിയ നിമിഷം ലാവണ്യക്കൊരു പ്രത്യേക അനുഭവമായിരുന്നു. കറുത്ത നിറത്തിലുള്ള സ്യൂട്ട് ധരിച്ച് ഗൗരവഭാവത്തോടെ ഇരുണ്ട കണ്ണടയ്ക്ക് പിന്നിലൂടെ അവളെ നോക്കിയ അവനെ ഒറ്റ നോട്ടത്തിൽ ലാവണ്യക്ക് ഇഷ്ടപ്പെട്ടില്ല. ഷോപ്പിലെ സീതേച്ച് പറഞ്ഞിട്ട് വന്ന കുട്ടിയല്ലേ? അവൻ അവളോട് ഗൗരവം വിടാതെ ചോദിച്ചു. അതെ, അവൾ മെല്ലെ പറഞ്ഞു. ആ വന്നോളൂ. അവൻ അത് പറഞ്ഞ് അകത്തേക്ക് നടന്നു. എന്തോ അവന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും അവൻ ഒരു ഗൗരവക്കാരനാണെന്ന് അവൾക്ക് തോന്നി. ഇതാണ് എന്റെ അമ്മ. ഒരു പ്രത്യേക മുറിയിലേക്ക് ലാവണ്യയെ കൂട്ടിക്കൊണ്ടുപോയ ശേഷം അവൻ പറഞ്ഞു, അമ്മയെ ശ്രദ്ധയോടെ നോക്കണം. ഞാൻ ഇടയ്ക്ക് വന്ന് കാര്യങ്ങൾ അന്വേഷിക്കും. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. പേരെന്താ പറഞ്ഞത്? വിശാഖ് അവളോട് ചോദിച്ചു. ലാവണ്യ. അവൾ മറുപടി പറഞ്ഞു. ഓക്കെ ലാവണ്യ, എന്നാൽ ഡ്യൂട്ടി തുടങ്ങിക്കോളൂ. വിശാഖ് അത് പറഞ്ഞ് അവിടെ നിന്നും പോയി. ലാവണ്യ അപ്പോൾ തന്റെ ബാഗ് അവിടെ വെച്ച് വേഗം ലക്ഷ്മി അമ്മയ്ക്ക് അരികിലേക്ക് പോയി. ലക്ഷ്മി അമ്മയെ കണ്ടതും അവളുടെ കണ്ണൊന്ന് ചെറുതായി നിറഞ്ഞു. ആഡംബരത്തിന്റെ നടുവിലും വീൽചെയറിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട് തളർന്നു കിടക്കുന്ന ആ അമ്മയുടെ കണ്ണുകളിൽ ഒരുപാട് വേദനയുണ്ടായിരുന്നു. മോള് വന്നേ. ലക്ഷ്മി അമ്മ കൈ ഉയർത്തി അവളുടെ കയ്യിലൊന്നു പിടിച്ച് മെല്ലെ അവളുടെ കൈകളിൽ തലോടി. അവൾ സ്നേഹത്തോടെ ലക്ഷ്മി അമ്മയ്ക്ക് അരികിലേക്ക് ചെന്നു. ഞാൻ അമ്മയെ പൊന്നുപോലെ നോക്കിക്കോളാം, അവൾ അവരുടെ കൈകളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അവിടെ തുടങ്ങുകയായിരുന്നു ലാവണ്യയുടെ പുതിയ ജീവിതം. ഒരു വശത്ത് സമ്പത്തിന്റെ മായിക ലോകം, മറുവശത്ത് അമ്മയുടെ നിസ്സഹായത. ജീവിതത്തിന്റെ ഇരുട്ടിലും അമ്മയുടെ രോഗത്തിലും പെട്ട് വിശാഖിന്റെ ജീവിതമാകെ നിറം മങ്ങിക്കിടക്കുകയായിരുന്നു. എന്നാൽ അതേസമയം ആ വീടിന്റെ നിശബ്ദതയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ചെറിയ വാതിൽ തുറന്ന് ലക്ഷ്മി അമ്മയുടെ ജീവിതത്തിലേക്ക് സ്നേഹത്തിന്റെയും പരിചരണത്തിന്റെയും വെളിച്ചം കൊണ്ടുവരാൻ ലാവണ്യ നന്നായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവളുടെ സ്നേഹത്തോടെയുള്ള പരിചരണങ്ങളും അടുത്ത ഇടപഴകലും ഒക്കെ കാരണം ലക്ഷ്മി അമ്മയുടെ ലോകത്തിന്റെ വെളിച്ചമായി അവൾ പതിയെ മാറാൻ തുടങ്ങി. അത് കേവലം ഒരു ജോലി എന്നതിലുപരി ഹൃദയം കൊണ്ടുള്ള പരിചരണമായിരുന്നു. ലാവണ്യയുടെ നിഷ്കളങ്കമായ മുഖം, സ്നേഹത്തോടെയുള്ള സംസാരം, ചെറിയ കാര്യങ്ങളിൽ പോലും അവൾ കാണിക്കുന്ന ശ്രദ്ധ, ഇതൊക്കെ ലക്ഷ്മി അമ്മയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ജീവിതത്തിന്റെ വെളിച്ചം പതിയെ തിരിച്ചു നൽകാൻ തുടങ്ങി. ലക്ഷ്മി അമ്മയുടെ മുറിയിൽ തളം കെട്ടി നിന്നിരുന്ന നിശബ്ദത മാറി പതിഞ്ഞ ഇണത്തിലുള്ള പാട്ടുകൾ, പുതിയതും പഴയതുമായ സിനിമാ ഗാനങ്ങൾ, ലാവണ്യ വായിച്ചറിഞ്ഞ രസകരമായ അനുഭവങ്ങൾ, ഒപ്പം ചന്ദനത്തിരിയുടെയും ഔഷധ സോപ്പുകളുടെയും സുഗന്ധം, ഇതൊക്കെ ആ മുറിയിൽ നിറഞ്ഞു നിന്നു. ശരീരം തളർന്നെങ്കിലും ലക്ഷ്മി അമ്മയുടെ മനസ്സിനെ ഊട്ടാൻ ലാവണ്യക്ക് കഴിഞ്ഞു.
വീൽചെയറിൽ അവരെ താങ്ങിയിരുത്തി മുറ്റത്തെ റോസാപ്പൂക്കൾ കാണിച്ചു കൊടുത്തും കൃത്യസമയത്ത് മരുന്നുകൾ നൽകിയും ചെറിയ കുട്ടിയെ പോലെ ഭക്ഷണം വാരിക്കൊടുത്തുമെല്ലാം ലാവണ്യ ലക്ഷ്മി അമ്മയോടൊപ്പം മുഴുവൻ സമയവും നിന്നു. പതിയെ പതിയെ ലാവണ്യ അവർക്ക് മകളെപ്പോലെയായി മാറി. ലക്ഷ്മി അമ്മയുടെ ചുണ്ടിൽ നേർത്ത ഒരു പുഞ്ചിരി വിടരാൻ തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം ആ വീട്ടിൽ കണ്ട ആദ്യത്തെ സന്തോഷമായിരുന്നു അത്. ഈ മാറ്റങ്ങളെല്ലാം തന്നെ വിശാഖ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇരുണ്ട കണ്ണടകൾക്ക് പിന്നിലൂടെ, തന്റെ മുറിയിലെ ക്യാമറയിലൂടെ, ഒപ്പം ഇടയ്ക്കിടെ അമ്മയുടെ മുറിയിൽ കയറിച്ചെന്നുമെല്ലാം അവൻ ലാവണ്യയുടെ പ്രവൃത്തികൾ കണ്ടു. കാണാൻ ചന്തമുള്ള സുന്ദരി പെൺകുട്ടിയായിരുന്നു ലാവണ്യ എങ്കിലും അവളുടെ ആത്മാർത്ഥമായ പരിചരണമായിരുന്നു വിശാഖിനെ കൂടുതൽ സ്വാധീനിച്ചത്. തന്റെ പണം കൊണ്ടുപോലും വാങ്ങാൻ കഴിയാത്തൊരാർദ്രത അവൾ തന്റെ അമ്മയ്ക്ക് നൽകുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിഞ്ഞ് അമ്മയെ കാണാൻ മുറിയിലേക്ക് ചെന്ന വിശാഖ് കാണുന്നത് തണുപ്പിൽ പുതപ്പ് മാറ്റിയിട്ട് കിടക്കുന്ന തന്റെ അമ്മയുടെ അടുത്ത് കുനിഞ്ഞിരുന്ന് നെറ്റിയിൽ തലോടി പുതപ്പിച്ചു കൊടുക്കുന്ന ലാവണ്യയെയാണ്. അമ്മയുടെ ഒരു പരിചാരിക എന്നതിലുപരി സ്വന്തം മോളെ പോലെ അവൾ അമ്മയെ നോക്കുന്നു. ആ നിമിഷം വിശാഖിന്റെ മനസ്സിലെ മഞ്ഞുരുകി തുടങ്ങി. വർഷങ്ങളായി കട്ടിയായി കിടന്നിരുന്ന ആരോരുമില്ലാത്ത ഏകാന്തതയുടെ മതിലിന് ഒരു വിള്ളൽ വീണു. ആ വീട്ടിൽ മാത്രമല്ല, ജീവിതത്തിലും ആരൊക്കെയോ ഉള്ളതായി അവന് തോന്നിത്തുടങ്ങി. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അവൻ പതിയെ ലാവണ്യയോട് ഓരോ കാര്യങ്ങളായി സംസാരിച്ചു തുടങ്ങി. അമ്മയുടെ കാര്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ പോലും അവളോട് സംസാരിക്കുമ്പോൾ എന്തോ ഒരു സന്തോഷം അവനും അനുഭവിക്കാൻ തുടങ്ങി. സംസാരത്തിനിടയിൽ ലാവണ്യയുടെ കണ്ണുകളിലെ നിഷ്കളങ്കതയും ചിരിയും വിശാഖിനെ വല്ലാതെ ആകർഷിച്ചു. താൻ ഇതുവരെ അനുഭവിച്ചിരുന്ന ശൂന്യതയ്ക്ക് ഒരു വലിയ ഉത്തരം കിട്ടിയതായി അവന് തോന്നി. അവന്റെ മനസ്സിലെവിടെയോ അവളോടുള്ള ഇഷ്ടത്തിന്റെ വെളിച്ചം വീശി. തന്റെ അമ്മയെ ഉണർത്തിയെടുക്കാൻ സഹായിച്ച സുന്ദരിയോട് വിശാഖിന് വല്ലാത്തൊരിഷ്ടം തോന്നിത്തുടങ്ങി. അത് വെറും ആകർഷണമായിരുന്നില്ല, മറിച്ച് തന്റെ ജീവിതത്തിൽ കാണാതെ പോയ സന്തോഷത്തിലേക്കും സ്നേഹത്തിലേക്കുമുള്ള ഒരു കടന്നു ചെല്ലൽ കൂടെയായിരുന്നു. ഒരു ദിവസം ഓഫീസിൽ നിന്ന് വിശാഖ് തിരിച്ചെത്തുമ്പോൾ അവന്റെ കയ്യിൽ നിറയെ ടെക്സ്റ്റൈൽ ഷോപ്പിലെ വലിയ കവറുകൾ ഉണ്ടായിരുന്നു. ലാവണ്യയ്ക്ക് വേണ്ടി വിശാഖ് വാങ്ങിച്ച ഡ്രസ്സുകളായിരുന്നു അതെല്ലാം. സ്നേഹത്തോടെ അത് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അവളുടെ കണ്ണുകളിലെ സ്നേഹം അവന് കാണാമായിരുന്നു. അവൾ ആ കവറുകളിൽ ഒന്ന് പൊട്ടിച്ച് ആകാംക്ഷയോടെ തുറന്നു നോക്കി. അതിൽ കണ്ട വില കൂടിയ ഡ്രസ്സ് കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു. എങ്ങനെയുണ്ടെന്ന് ഇട്ടു നോക്കിക്കോളൂട്ടോ, സൈസ് ഒരു ഊഹം വെച്ച് വാങ്ങിയതാണ്. വിശാഖ് അവളോട് സ്നേഹത്തോടെ പറഞ്ഞു. എനിക്കിതൊന്നും വേണ്ടായിരുന്നു സാർ. അമ്മയുടെ മുഖത്തെ സന്തോഷമാണ് എന്റെ ഏറ്റവും വലിയ സമ്മാനം. ലാവണ്യ അപ്പോൾ പതിഞ്ഞ സ്വരത്തിൽ വിശാഖിനോട് പറഞ്ഞു. വിശാഖ് അപ്പോൾ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അവന് ലാവണ്യയോടുള്ള സ്നേഹം വളരെ കൂടുകയായിരുന്നു. കാരണം ആ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്തപ്പോഴുള്ള അവളുടെ സന്തോഷം അവൻ അവളുടെ കണ്ണുകളിൽ കണ്ടിരുന്നു. താൻ ഒരുപാട് തേടി നടന്നിട്ടും കണ്ടെത്താൻ കഴിയാത്ത സ്നേഹം തികച്ചും അപ്രതീക്ഷിതമായി തന്റെ വീടിന്റെ അകത്തളങ്ങളിൽ തന്റെ അമ്മയെ ശുശ്രൂഷിക്കാൻ എത്തിയ ഒരു സാധാരണ പെൺകുട്ടിയിലൂടെ തനിക്കത് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന സത്യം അവനെ വളരെ സന്തോഷവാനാക്കി. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ മുന്നോട്ടു പോയി. അന്നൊരു വൈകുന്നേരവും പതിവ് പോലെ വിശാഖ് തന്റെ ഓഫീസ് കാര്യങ്ങൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തി. കാർപോർച്ചിൽ നിശബ്ദമായി കൊണ്ടുചെന്ന് നിർത്തി. ആഡംബരം മാത്രമുണ്ടായിരുന്ന ആ വീട്ടിന്റെ അകത്തളങ്ങളിൽ അപ്പോൾ ചിരിയും വർത്തമാനങ്ങളും കേൾക്കുന്നുണ്ടായിരുന്നു. സാധാരണയായി തന്റെ വീട്ടിൽ മരണസമാനമായ ഒരു നിശബ്ദതയാണ് നിറഞ്ഞു നിൽക്കാറ്. എന്നാൽ അന്ന് ചിരിയുടെയും സന്തോഷത്തിന്റെയും അലയടി അവന്റെ ചെവിയിൽ കേട്ടു. സാധാരണയായി താൻ വരുമ്പോഴേക്കും എല്ലാ ജോലികളും തീർത്ത് ലാവണ്യ അമ്മയുടെ മുറിയിൽ നിന്ന് പുറത്തു പോവുകയോ അല്ലെങ്കിൽ മറ്റു ജോലികളിൽ മുഴുകുകയോ ആണ് പതിവ്. എന്നാൽ ഇന്ന് ആ ശബ്ദം അമ്മയുടെ മുറിയിൽ നിന്നായിരുന്നു. ആകാംക്ഷയും ഒരൽപ്പം അമ്പരപ്പും കൊണ്ട് വിശാഖ് പതിയെ അമ്മയുടെ മുറിയുടെ വാതിൽക്കലേക്ക് നടന്നു. അമ്മയെയും ലാവണ്യയെയും കണ്ടതും അവൻ ഒരു നിമിഷം അവിടെ വാതിൽക്കൽ നിന്നുപോയി. കൺമുന്നിൽ കണ്ട കാഴ്ച വിശാഖിന്റെ ഉള്ളിൽ വേരൂന്നി കിടന്നിരുന്ന ഒറ്റപ്പെടലിന്റെ വേദന പൂർണ്ണമായും മാറ്റുന്നതായിരുന്നു. അമ്മ വീൽചെയറിൽ ഇരിക്കുന്നു. അമ്മയ്ക്ക് മുന്നിൽ നിലത്ത് അമ്മയുടെ കാൽക്കൽ തല ചായ്ച്ചിരിക്കുകയാണ് ലാവണ്യ. അമ്മയുടെ കൈകൾ ലാവണ്യയുടെ മുടിയകളെ തലോടുന്നുണ്ട്. ലാവണ്യ എന്തോ ഒരു രസകരമായ ഒരു സംഭവം പറയുകയായിരുന്നു. അവൾ കുട്ടിക്കാലത്ത് കളിക്കാൻ പോകുമ്പോൾ കിട്ടിയ ഒരു തമാശയെക്കുറിച്ച് അമ്മയോട് പറയുന്നുണ്ടായിരുന്നു. അത് പറയുമ്പോൾ ലാവണ്യയുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. അവളുടെ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയിൽ ഒരുപാട് നിഷ്കളങ്കതയുണ്ടായിരുന്നു. അമ്മയ്ക്ക് അറിയാമോ, ഞാൻ അന്നേരം പേടിച്ച് കരഞ്ഞുപോയി. അവസാനം ഒരു പട്ടിക്കുട്ടി വന്ന്, ലാവണ്യ ചിരി അടക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് വർഷങ്ങളായി ചിരിക്കാൻ പോലും മറന്നുപോയ വിശാഖിന്റെ അമ്മ പൊട്ടിച്ചിരിച്ചു പോവുകയായിരുന്നു. തളർന്നു കിടന്ന ശരീരത്തിന് അതൊരു പുത്തൻ ഉണർവായിരുന്നു.
ആ ചിരി കേട്ട് ലാവണ്യയും അമ്മയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് ചിരി തുടർന്നു. അമ്മയുടെ ആ പഴയ ചിരി വിശാഖ് കേൾക്കാതെ പോയ, അല്ലെങ്കിൽ മറന്നുപോയ ഒരു ശബ്ദമായിരുന്നു അത്. ഒരു സർവന്റും രോഗിയും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല അവർ തമ്മിൽ, മറിച്ച് അമ്മയും മകളും തമ്മിലുള്ള സ്നേഹം തന്നെയായിരുന്നു. അത് കണ്ടുനിന്ന വിശാഖിന്റെ മനസ്സിലെ പ്രണയം നിയന്ത്രണമില്ലാതെ പുറത്തേക്ക് വന്നു പോകുമെന്ന് അവന് തന്നെ തോന്നിപ്പോയി. അവൻ വാതിൽക്കൽ ഒരു നിമിഷം നിശ്ചലനായി നിന്നു. അമ്മയുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ മുറിയുടെ ശൂന്യതയിൽ ലാവണ്യ ഒരു പൂക്കാലം തന്നെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് അവന് തോന്നി. ലക്ഷക്കണക്കിന് രൂപ നൽകിയിട്ടും കിട്ടാത്ത സമാധാനവും സന്തോഷവും ഈ പെൺകുട്ടി തന്റെ അമ്മയ്ക്ക് സൗജന്യമായി നൽകുന്നു. ആ രംഗം കണ്ടു നിന്നപ്പോൾ പിന്നെ വിശാഖിന് മറിച്ചൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. ലാവണ്യയോടുള്ള പ്രണയം അവന്റെ മനസ്സിൽ ശക്തമായി രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു. തന്റെ അമ്മയുടെ ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ടുവന്ന അവളോടുള്ള പ്രണയമായിരുന്നു അത് മുഴുവനും. ഒരൊറ്റ നിമിഷം കൊണ്ട് മറുത്തൊന്നും ചിന്തിക്കാതെ അവൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. ഈ വീട്ടിൽ ഞാൻ ഇപ്പോൾ കാണുന്ന എന്റെ അമ്മയ്ക്ക് വേണ്ടി, ഈ ചിരിക്ക് വേണ്ടി ലാവണ്യ എന്നും ഇവിടെ വേണം. എന്റെ ജീവിതത്തിലും അമ്മയുടെ ജീവിതത്തിലും ലാവണ്യ, അവൻ മനസ്സിൽ പതിയെ മന്ത്രിച്ചു. അതേസമയം ചിരിച്ചുകൊണ്ട് പെട്ടെന്ന് തലചരിച്ചതും ലാവണ്യ കാണുന്നത് വാതിൽക്കൽ നിൽക്കുന്ന വിശാഖിനെയാണ്. പെട്ടെന്ന് അവനെ വാതിൽക്കൽ കണ്ടപ്പോൾ അവൾ ഒന്ന് പരിഭ്രമിച്ചു. അവന്റെ മുഖത്തപ്പോൾ ഏറെ സന്തോഷമുണ്ടായിരുന്നു. ലക്ഷ്മി അമ്മയും അപ്പോൾ ഏറെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് വിശാഖിനെ നോക്കി. അവൻ അപ്പോൾ നേരെ മുറിയിലേക്ക് കയറി. എന്നിട്ട് അമ്മയെ ഒന്ന് സ്നേഹത്തോടെ നോക്കി. അത് കഴിഞ്ഞ് ലാവണ്യയെയും, അമ്മേ, നമുക്കിവളെ ഇവിടെ സ്ഥിരമായി നിർത്തിയാലോ? ഞാനിവളെ വിവാഹം കഴിച്ചോട്ടെ? അവൻ ലക്ഷ്മി അമ്മയോടാണ് അത് ചോദിച്ചത്. അത് കേട്ടതും അമ്മയുടെ മുഖത്ത് ആശ്ചര്യമായിരുന്നു. പകരം ലാവണ്യ ഒന്ന് ഞെട്ടുകയുമാണ് ഉണ്ടായത്. നീ എന്താ കണ്ണാ പറയണത്? സത്യമാണോ? ലക്ഷ്മി അമ്മ സന്തോഷത്തോടെ അവനോട് ചോദിച്ചു. സത്യമാണമ്മേ, എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു തോന്നൽ. ലാവണ്യ, തനിക്ക് ഈ വീട്ടിലെ മരുമകളായിക്കൂടെ? എന്റെ അമ്മയുടെ മോളായിക്കൂടെ? വളച്ചുകെട്ടില്ലാതെ ഞാൻ ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് കേട്ടോ. എന്റെ അമ്മയുടെ സന്തോഷം എനിക്കെന്നും നിലനിർത്തണം. ഇതൊരു മുതലാളിയുടെ ആജ്ഞ ആയിട്ട് കരുതരുത്. ഒരു സാധാരണക്കാരന്റെ അപേക്ഷയായിട്ട് കണ്ടാൽ മതി. വിശാഖ് പറഞ്ഞപ്പോൾ ലാവണ്യ ആകെ ഞെട്ടിപ്പോയിരുന്നു. അവന്റെ ആത്മാർത്ഥമായ അപേക്ഷ കേട്ട് ലാവണ്യയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഒരു കോടീശ്വരന്റെ വീട്ടിലെ വെറും ഒരു ജോലിക്കാരിയായ തനിക്ക് മുന്നിൽ ആ ആള് സ്വന്തം ഹൃദയം തുറന്നു വെച്ചിരിക്കുന്നു. അവന്റെ പ്രണയം സത്യമാണെന്ന് അവൾക്ക് തോന്നി. എന്നാൽ അധികം വലുതായ ഒരു ബന്ധനം അവളെ പെട്ടെന്ന് പിന്നോട്ട് വലിച്ചു. വിശാഖ് സാർ, അത്... അവളുടെ ശബ്ദമിടറി. എന്താ ലാവണ്യ, എന്താ പറയാനുള്ളത്? പറഞ്ഞോളൂ. വിശാഖ് അവളോട് സ്നേഹത്തോടെ പറഞ്ഞു. എന്താണെങ്കിലും തുറന്നു പറഞ്ഞോളൂ മോളെ. അമ്മയ്ക്കിത് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷമായി. അമ്മ അവളെ നോക്കി. അവർ രണ്ടുപേരും ഏറെ നിർബന്ധിച്ചപ്പോൾ അവൾ പറഞ്ഞു തുടങ്ങി. സാർ, അത് സാറിന്റെ സ്നേഹത്തിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ഞാൻ എന്റെ സ്വന്തം അമ്മയെപ്പോലെയാണ് ലക്ഷ്മി അമ്മയെ കാണുന്നത്. സാറിനെയും ഈ വീടിനെയും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടവുമാണ്. അത് കേട്ടപ്പോൾ വിശാഖിന്റെ മുഖത്ത് ആശ്വാസത്തിന്റെ നേരിയ തിളക്കം പടർന്നു. എന്നാൽ അടുത്ത നിമിഷം ലാവണ്യയുടെ വാക്കുകൾ ആ തിളക്കം കെടുത്തിക്കളയുകയാണുണ്ടായത്. സാർ, അത് എനിക്ക് ഈ കാര്യത്തിൽ ഒന്നും പറയാൻ കഴിയുകയില്ല. കാരണം എന്റെ ജീവിതം പണ്ടേ മറ്റൊരാൾക്ക് വേണ്ടി പറഞ്ഞു വെച്ചതാണ്. അത് കേട്ടപ്പോൾ വിശാഖ് ഒന്ന് പെട്ടെന്ന് വല്ലാതെയായി. എന്താ ലാവണ്യ, എന്താ പറയുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞോളൂ. പണമാണ് കാരണമെങ്കിൽ? അവൻ പറഞ്ഞു. അയ്യോ, അതല്ല സാർ, പണവും ഒരു കാരണമാണ്. നിങ്ങളുടെ ഒന്നും കാൽച്ചുവട്ടിൽ നിൽക്കാൻ പോലുമുള്ള അർഹത ഞങ്ങൾക്കില്ല. പക്ഷേ അതുമാത്രമല്ല കാരണം, വാക്കാണ്. എന്റെ കല്യാണം എന്റെ മുറച്ചെറുക്കനുമായി നേരത്തെ പറഞ്ഞുറപ്പിച്ചതാണ്. അത് കേട്ടതും വിശാഖ് ഒന്ന് ഞെട്ടി. തല കുനിച്ചുകൊണ്ട് ലാവണ്യ തന്റെ ദുരിത കഥയുടെ അധ്യായം തുറന്നു. എന്റെ അച്ഛൻ മരിച്ചുപോയ ശേഷം അമ്മ രണ്ടാമത് വിവാഹം കഴിച്ചിരുന്നു. അച്ഛനെന്നാണ് ഞാൻ വിളിക്കുന്നതെങ്കിലും രണ്ടാനച്ഛന്റെ സ്വഭാവമാണ് അയാൾ എന്നും എന്നോട് കാണിച്ചിട്ടുള്ളത്. ആ അച്ഛന്റെ പെങ്ങളുടെ മകനുമായി എന്റെ വിവാഹം പറഞ്ഞുറപ്പിച്ചതാണ്. അച്ഛനെ പോലെ തന്നെ അയാളും ഒരു കള്ളുകുടിയനാണ്. രണ്ടാളെയും എനിക്ക് പേടിയാ. പക്ഷേ അയാളെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കാൻ അച്ഛൻ ഒരിക്കലും സമ്മതിക്കില്ല. സത്യൻ എന്നാണ് അയാളുടെ പേര്. എന്നേക്കാൾ പ്രായത്തിന് ഒരുപാട് മൂത്തതാണ്. ഇതുവരെ പെണ്ണ് കെട്ടിയിട്ടില്ല. അച്ഛൻ കുറെ കാലമായി എന്റെ കല്യാണം നടത്താൻ നോക്കുന്നു. പിന്നെ അമ്മയുടെ എതിർപ്പ് കൊണ്ടും അമ്മയ്ക്ക് സുഖമില്ലാതെ ആയതുകൊണ്ടുമൊക്കെ അതങ്ങനെ നീണ്ടുപോയതാണ്. ലാവണ്യ വിശാഖിനോട് പറഞ്ഞു. സത്യനോ? പേര് കേട്ടിട്ട് തന്നെ നല്ല പ്രായം തോന്നുന്നുണ്ടല്ലോ. വിശാഖ് അവിശ്വസനീയതയോടെ ചോദിച്ചു. നീ അയാളെ സ്നേഹിക്കുന്നുണ്ടോ? അവൻ അപ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കി. ഉണ്ടെങ്കിൽ തുറന്നു പറയാം, വിശാഖ് അവളോട് പറഞ്ഞു. ഇല്ല, എനിക്കിഷ്ടമല്ല, പേടിയാ.
അയാൾ അധിക ദിവസവും മദ്യപിച്ച് വീട്ടിൽ വരാറുണ്ട്. ഈയിടെ ആയിട്ട് ചിലപ്പോൾ എന്നോട് മോശമായി പെരുമാറാനും തുടങ്ങിയിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഒരു ഒഴിവുണ്ടെന്ന് കേട്ടപ്പോൾ അമ്മ എന്നോട് ഈ ജോലിക്ക് വന്നോളാൻ പറഞ്ഞത്. ഇപ്പോ അമ്മയുടെ അസുഖമൊക്കെ ഭേദമായതുകൊണ്ട് അമ്മയുടെ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് നോക്കാവുന്നതേ ഉള്ളൂ. സ്വന്തം മോളുടെ ജീവിതം തകർന്നു പോകുന്നത് കാണാൻ കഴിയാത്തതുകൊണ്ടാണ് അമ്മ എന്നെ ഇവിടെ ജോലിക്ക് വിട്ടത്. പിന്നെ ശമ്പളം കിട്ടുമെന്നറിയാവുന്നതുകൊണ്ട് അച്ഛനും അയാളും സമ്മതിക്കുകയും ചെയ്തു. അവൾ പറഞ്ഞു കേട്ടപ്പോൾ വിശാഖിന്റെ മുഖം ആകെ പെട്ടെന്ന് മാറി. അവനെപ്പോലൊരു കാശുകാരന്റെ മുൻപിൽ പണമോ പദവിയോ ഒന്നും ഒരു തടസ്സമായിരുന്നില്ല. പക്ഷേ അവൾ പറഞ്ഞ കാര്യം, അവളുടെ അച്ഛൻ കൊടുത്ത വാക്ക്, അതവന്റെ മുൻപിൽ ഒരു തടസ്സമായി തോന്നി. എന്താണ് ഒരു വഴി? വിശാഖ് ഒരു നിമിഷം ചിന്തിച്ചു. സാരമില്ല ലാവണ്യ, നമുക്കൊരുമിച്ച് നിന്റെ അച്ഛനെ കാണാം, കാര്യങ്ങളൊക്കെ സംസാരിക്കാം. മോൾക്കൊരു നല്ല ബന്ധം കിട്ടാൻ പോകുന്നു എന്നറിയുമ്പോൾ ആരായാലും സമ്മതിക്കില്ലേ? അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് നമ്മുടെ ഇഷ്ടത്തിനല്ലേ ജീവിക്കേണ്ടത്? മുറച്ചെറുക്കനുമായുള്ള ബന്ധം ലാവണ്യക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. ഞാൻ ലാവണ്യയുടെ അച്ഛനോട് സംസാരിക്കാം. അദ്ദേഹത്തിന്റെ ബാധ്യതകളും കടങ്ങളും എന്തു വേണമെങ്കിലും നമുക്ക് തീർത്തു കൊടുക്കാൻ കഴിയും. നിനക്ക് നല്ലൊരു ജീവിതം നൽകാൻ കഴിയുമെന്നും അദ്ദേഹത്തിന് അതുകൊണ്ട് ലാഭമുണ്ടാകുമെന്നും ഞാൻ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താം. എന്നാൽ വിശാഖ് അത് പറഞ്ഞപ്പോഴും ലാവണ്യയുടെ മുഖത്ത് വലിയ തെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛനോട് സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് പെട്ടെന്നൊരു പേടിയാണ് തോന്നിയത്. സാർ ദയവായി അച്ഛനെ കാണരുത്. അച്ഛൻ സാർ വിചാരിക്കുന്ന പോലെ ഒരാളല്ല. വളരെ ദേഷ്യക്കാരനാണ്. ആരെന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ തീരുമാനിച്ചത് മാത്രമേ അച്ഛൻ നടത്തൂ, അവൾ പറഞ്ഞു. വിശാഖ് അപ്പോൾ അവളെ ഒന്ന് നോക്കി. സാരമില്ല, ഞാൻ എന്തായാലും ഒന്ന് സംസാരിച്ചു നോക്കാം, വിശാഖ് പറഞ്ഞു. അതുകൊണ്ടല്ല സാർ, നിങ്ങളെപ്പോലെ പണവും പ്രതാപവും ഉള്ളവരോട് അച്ഛന് വെറുപ്പാണ്. അച്ഛൻ എന്നും താല്പര്യം അച്ഛനെ പോലെ മദ്യപിച്ച് തല്ലും വഴക്കുമൊക്കെയായി നടക്കുന്നവരോടാണ്. അങ്ങനെയുള്ളവരോട് മാത്രമേ അച്ഛന് കൂട്ടുള്ളൂ. അതുമാത്രവുമല്ല സാർ, അച്ഛൻ എല്ലാവരെയും സംശയമാണ്. എന്നോടും അമ്മയോടും ആരെങ്കിലും അല്പം അടുപ്പം കാണിച്ചാലോ സ്നേഹം കാണിച്ചാലോ അച്ഛൻ അതിനെ കാണുന്നത് മറ്റൊരു കണ്ണുകൊണ്ടാണ്. എല്ലാവരെയും അച്ഛന് സംശയമാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം അറിഞ്ഞാലും സാർ എന്നെ മുതലെടുക്കുകയാണെന്നേ അച്ഛൻ കരുതൂ. ചിലപ്പോൾ ഞാൻ വീട്ടിൽ ജോലിക്കായി വന്നതുപോലും അച്ഛൻ തെറ്റിദ്ധരിക്കും. അച്ഛൻ അങ്ങനെ ഒരു പ്രകൃതമാണ്. ദേഷ്യം വന്നാൽ എന്ത് ചെയ്യുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ലാവണ്യയുടെ ഭയം ആത്മാർത്ഥമായിരുന്നു. വിശാഖ് തന്റെ ഉള്ളിലെ പ്രണയം തുറന്നു പറഞ്ഞു കേട്ടപ്പോൾ ഉണ്ടായ പ്രതീക്ഷ അവളുടെ അച്ഛന്റെ മുഖമോർത്തപ്പോൾ അവൾക്കാകെ അസ്തമിച്ചു പോയിരുന്നു. അതേസമയം ലക്ഷ്മിയമ്മ വീൽചെയറിൽ ഇരുന്നു കൊണ്ട് ഈ സംഭാഷണമെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവരപ്പോൾ പതുക്കെ വിശാഖിന്റെ കയ്യിൽ ഒന്ന് പിടിച്ചു. വിശാഖ് നിരാശയോടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. എന്താണ് അമ്മേ ചെയ്യേണ്ടത്? ഞാൻ മനസ്സിൽ തോന്നിയ ഒരാഗ്രഹം പറഞ്ഞു. പക്ഷേ ഇവൾ ഇങ്ങനെ പറയുമ്പോൾ വിശാഖ് അമ്മയോട് ചോദിച്ചു. എന്തായാലും നീ ഒരാഗ്രഹം പറഞ്ഞതല്ലേ മോനെ? അയാൾ എങ്ങനെ പെരുമാറുമെന്നെല്ലാം നമ്മൾ കണക്ക് കൂട്ടി നിൽക്കണ്ട. നിനക്ക് അങ്ങനെ ഒരു മോഹമുണ്ടെങ്കിൽ നീ ഇവളുടെ അച്ഛനെ വിളിച്ച് ഒന്ന് സംസാരിക്കേ, ഒന്ന് കാര്യം സൂചിപ്പിക്കേ. ചിലപ്പോൾ നമ്മുടെ സമ്പത്തും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ സമ്മതിച്ചാലോ? മോളെ ലാവണ്യെ, നീ നിന്റെ അച്ഛന്റെ നമ്പർ ഒന്ന് അവന് കൊടുക്ക്. തടസ്സം പറയല്ലേ, അവൻ വിളിക്കട്ടെ, ലക്ഷ്മി അമ്മ അവളോട് പറഞ്ഞു. നമ്പർ തരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ലാവണ്യ? വിശാഖ് അപ്പോൾ ലാവണ്യയെ നോക്കി. ഇല്ല സാർ, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല സാർ. സാർ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യം കേട്ടിട്ട് ഞാൻ ബോധം പോകാതെ നിൽക്കുന്നത് തന്നെ വലിയ കാര്യം. അത്ര പോലും എനിക്ക് ആഗ്രഹിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് സാറ് പറഞ്ഞത്. പിന്നെ സാറിന്റെ അമ്മയെ എനിക്ക് അത്രയ്ക്കിഷ്ടമാണ്. പക്ഷേ സാർ അച്ഛനെ വിളിച്ച് എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നൊരു പേടി. അച്ഛൻ ചിലപ്പോൾ മാന്യമായി സംസാരിച്ചില്ലെങ്കിലോ? അവൾ പറഞ്ഞു. പ്രശ്നമായാലും വേണ്ടില്ല, എന്തായാലും നീ നമ്പർ തന്നേ, ഞാനൊന്ന് വിളിച്ച് സംസാരിക്കാം. നോക്കൂ ലാവണ്യ, നിന്റെ കൈകളിൽ എന്റെ അമ്മയുടെ ചിരിയുണ്ട്. നിന്റെ മനസ്സിൽ എന്നോടുള്ള സ്നേഹമുണ്ടെന്നും എനിക്കറിയാം. അതിനുവേണ്ടി എന്ത് വില കൊടുക്കാനും ഞാൻ തയ്യാറാണ്. വിശാഖ് ലാവണ്യയുടെ കയ്യിൽ നിന്ന് അവളുടെ അച്ഛന്റെ ഫോൺ നമ്പർ വാങ്ങിച്ചു. ലക്ഷ്മി അമ്മ അപ്പോൾ ഏറെ പ്രതീക്ഷയോടെ മോനെ നോക്കി. ലാവണ്യ ഭയത്തോടെ കണ്ണടച്ചു നിന്നു. ആ വീടിന്റെ നിശബ്ദതയിൽ വിശാഖിന്റെ കോൾ കണക്ട് ആകുന്ന ശബ്ദം അവർക്കെല്ലാവർക്കും നന്നായി കേൾക്കാമായിരുന്നു. അച്ഛന്റെ പേരെന്താ ലാവണ്യ? വിശാഖ് അപ്പോൾ അവളോട് ചോദിച്ചു. പേര് ശങ്കരൻ, ലാവണ്യ പറഞ്ഞു. അപ്പോഴേക്കും അപ്പുറത്തയാൾ ഫോൺ എടുത്തിരുന്നു. ഹലോ, അയാൾ ഉച്ചത്തിൽ നീട്ടി വിളിച്ചു. എല്ലാവരോടും വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നവനും അധികം മയമില്ലാത്തവനുമായിരുന്നു വിശാഖെങ്കിലും ലാവണ്യയുടെ അച്ഛനോട് അവൻ വളരെ സോഫ്റ്റായാണ് സംസാരിച്ചു തുടങ്ങിയത്. ഹലോ, ശങ്കരൻ ചേട്ടനല്ലേ സംസാരിക്കുന്നത്? ഞാൻ ലാവണ്യ ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്നാണ്, വിശാഖ് വളരെ സോഫ്റ്റായി പറഞ്ഞു. എന്നാൽ മറുതലക്കൽ ശങ്കരന്റെ ശബ്ദം അപ്പോൾ തീരെ മയമില്ലാത്തതും കടുപ്പമേറിയതുമായിരുന്നു. ഓ, നിങ്ങളായിരുന്നോ? ഞാൻ കരുതി മറ്റാരെങ്കിലും ആയിരിക്കുമെന്ന്. വിളിച്ചതെന്തേ? മോൾ അവിടെ നന്നായിട്ട് ജോലി ചെയ്യുന്നില്ലേ? അപ്പുറത്ത് ശങ്കരന്റെ സംസാരം കേട്ടതും വിശാഖിന്റെ മുഖം ചെറുതായി ഒന്ന് മാറി.
അവൻ പ്രതീക്ഷിച്ചതിലും രൂക്ഷമായിരുന്നു അയാളുടെ പ്രതികരണം. അതല്ല ചേട്ടാ, ഞാൻ വിളിച്ചത് ലാവണ്യയുടെ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. എന്തായാലും വളച്ചുകെട്ടില്ലാതെ പറയാം, ലാവണ്യയെ എനിക്കിഷ്ടമാണ്. ഞാൻ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവളോട് കാര്യം സൂചിപ്പിച്ചു. പിന്നെ ചോദിക്കാനുള്ളത് അവളുടെ അച്ഛനോടാണല്ലോ, അത് ചോദിക്കാൻ വിളിച്ചതാണ്. വിശാഖ് തന്റെ ആവശ്യം മറയില്ലാതെ പറഞ്ഞു. എന്നാൽ അത് കേട്ടതും അപ്പുറത്ത് ശങ്കരന്റെ മുഖം പെട്ടെന്ന് മാറി. അവൻ പറഞ്ഞ ആ നല്ല കാര്യം വലിയൊരു അപരാധം പോലെയാണ് ശങ്കരന്റെ ചെവിയിൽ പതിച്ചത്. ആഹാ, ഇത് നല്ല കോമഡി. താൻ എന്താ പറഞ്ഞത്? അവളെ വിവാഹം കഴിക്കണമെന്നോ? നിങ്ങൾ വലിയ കൊമ്പത്തുള്ളവരുടെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് അറിയാം സാറേ. നിങ്ങൾ വലിയവരെ പറ്റി കുറച്ച് വിശദമായിട്ട് തന്നെ അറിയാം. താനൊക്കെ ഏത് ലെവലിലുള്ളവരാണെന്നും എനിക്ക് ഊഹിക്കാം. വലിയ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന പെണ്ണുങ്ങളോട് നിങ്ങൾ ഏമാന്മാർക്ക് ചിലതൊക്കെ തോന്നും. താനൊക്കെ ആരാണെന്ന് എനിക്ക് നന്നായി അറിയാമെടോ. കല്യാണം കഴിക്കണം പോലും വേറെ പെണ്ണ് കിട്ടാഞ്ഞിട്ടാണോ? ദാരിദ്ര്യം പിടിച്ച പെൺകുട്ടികളുടെ ജീവിതം കളയാൻ നടക്കുന്ന ടീമല്ലേ നിങ്ങളൊക്കെ? ആവശ്യം കഴിഞ്ഞ് അവരെ അങ്ങ് ഉപേക്ഷിക്കും. ശങ്കരൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു അപ്പോൾ. അയാളുടെ ചൊറിഞ്ഞ വർത്തമാനം കേട്ടപ്പോൾ വിശാഖിനാകെ ദേഷ്യം കയറി വരുന്നുണ്ടായിരുന്നു. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അയാളുടെ കഥ അവൻ അപ്പ തീർത്തേനെ. എന്നാൽ ലാവണ്യയുടെ അച്ഛനായിരുന്നതുകൊണ്ടും ആവശ്യം അവന്റേതായിരുന്നതുകൊണ്ടും അവനൊന്ന് ചെറുതായി സംയമനം പാലിച്ചു. വിശാഖ് അയാളോട് ശാന്തമായി മറുപടി പറയാൻ ശ്രമിച്ചു. അയ്യോ ചേട്ടാ, ദയവായി തെറ്റിദ്ധരിക്കരുത്. ഞാനിത് പറയുന്നത് ആത്മാർത്ഥമായിട്ടാണ്. അവളിവിടെ ജോലിക്ക് വന്നിട്ടിപ്പോൾ കുറച്ചുനാളായല്ലോ. അവൾക്ക് എന്റെ അമ്മയെ സ്വന്തം അമ്മയെ പോലെ നോക്കാൻ കഴിഞ്ഞു. ഒരിക്കലും പണത്തിന്റെ അഹങ്കാരം കൊണ്ടല്ല ഞാൻ പറയുന്നത്. എനിക്ക് അവളെ ഇഷ്ടമാണ്. ഒരിക്കലും ചേട്ടൻ പറഞ്ഞ പോലെ മറ്റൊരർത്ഥം ഇതിൽ കാണരുത്. ഞാൻ വേണമെങ്കിൽ നേരിട്ട് വരാം, നമുക്ക് കണ്ട് സംസാരിക്കാം, വിശാഖ് പറഞ്ഞു. നിർത്തടാ, നിങ്ങളുടെയൊക്കെ സ്നേഹം ഏത് വിധത്തിലുള്ളതാണെന്ന് എനിക്കറിയാം. അയാൾ അത് പറഞ്ഞുകൊണ്ട് കുപ്പിയിൽ നിന്ന് അല്പം കൂടി എടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. എന്റെ മോളെ വശീകരിച്ചെടുത്ത് നിന്റെ ആവശ്യത്തിന് നിന്റെ വീട്ടിൽ തളച്ചിടാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. അവൾക്ക് ഞാൻ കണ്ടുപിടിച്ച ഒരു പയ്യനുണ്ട്, നല്ല യോഗ്യനായ പയ്യൻ. അവളുടെ മുറച്ചെറുക്കൻ. അവനാണ് അവളെ കെട്ടാൻ പോകുന്നത്. അത് ഞാൻ അവനും അവന്റെ അച്ഛനും കൊടുത്ത വാക്കാണ്. അവനായിരിക്കും അവളുടെ ഭർത്താവ്. ശങ്കരൻ അപ്പുറത്തു നിന്ന് ഇടിമുഴക്കം പോലെ ഗർജിച്ചുകൊണ്ട് പറഞ്ഞു. ദേഷ്യം കൊണ്ട് വിശാഖ് അവന്റെ പല്ലുകൾ കടിച്ചമർത്തി. ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ, ചേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ചേട്ടനോട് ആലോചിക്കുന്നത് ഒരു കല്യാണം മാത്രമല്ല. നിങ്ങളുടെ കടങ്ങളെല്ലാം ഞാൻ തീർത്തു തരാം. ലാവണ്യയുടെ അമ്മയുടെ ചികിത്സാ ചെലവും ഏറ്റെടുക്കാം. ലാവണ്യ ഈ വീടിന്റെ റാണിയായി ജീവിക്കും. നിങ്ങൾക്കും മെച്ചപ്പെട്ട ഒരു ജീവിതമുണ്ടാകും. വിശാഖ് പറയുന്നതെല്ലാം ലാവണ്യ കേൾക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് അവനോടപ്പോൾ വല്ലാത്ത സ്നേഹം തോന്നി. ഒരു യോഗ്യതയുമില്ലാത്ത എനിക്ക് വേണ്ടിയാണല്ലോ വിശാഖ് സാർ ഇത്ര സംസാരിക്കുന്നത് എന്ന് ആലോചിച്ചപ്പോൾ അവൾക്ക് അവനോടുള്ള മതിപ്പും ഇഷ്ടവും വല്ലാതെ അങ്ങ് കൂടി. എന്നാൽ അതേസമയം അപ്പുറത്ത് ശങ്കരൻ ഒന്നുകൂടെ പൊട്ടിത്തെറിച്ചു. നിർത്തടാ, നിന്റെ പണത്തിന്റെ പ്രതാപം എന്നോട് പറയണ്ട. ഞങ്ങളെ അഭിമാനം വിൽക്കുന്നവരല്ല. നിന്റെ കോടിക്കണക്കിന് രൂപയും വലിയ പദവിയും ഒന്നും എനിക്ക് വേണ്ട. എന്റെ മോളെ നിന്റെ വീട്ടിലേക്ക് അയച്ചത് വെറും ജോലിക്കാരി മാത്രമായിട്ടാണ്. അതിനപ്പുറത്ത് അവളെക്കുറിച്ച് ഒരു വാക്കും മേലിൽ നീ സംസാരിക്കരുത്. അങ്ങനെ ഇപ്പോൾ എന്റെ മോളെ വെച്ച് നീ സുഖിക്കണ്ട. അവളെ നിങ്ങളുടെ കെണിയിൽ വീഴ്ത്താമെന്ന് കരുതുകയും വേണ്ട. നീ അധികം കളിച്ചാൽ പോലീസിനെ വിളിക്കാൻ എനിക്കറിയാം. വിശാഖിനെ മറ്റൊന്നും പറയാൻ അനുവദിക്കാതെ അതും പറഞ്ഞ് ശങ്കരൻ അലറിക്കൊണ്ട് ഫോൺ കട്ട് ചെയ്തു. ശേഷം കുപ്പിയിൽ ബാക്കിയുള്ളതുകൂടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഒറ്റ വലിക്ക് കുടിച്ചു. എന്നാൽ ഫോൺ കട്ടായതും വിശാഖ് ആകെ വല്ലാതെ ആയിപ്പോയിരുന്നു. അവൻ ഒരു നിമിഷം നിസ്സഹായനായി നിന്നു. അവന്റെ മുഖം അപ്പോൾ ദേഷ്യം കൊണ്ടും നിരാശ കൊണ്ടും വിളറി വെളുത്തിരുന്നു. കോടികളുടെ ബിസിനസ് ലോകത്ത് ആരുടെയും മുന്നിൽ തലകുനിക്കാത്ത വിശാഖ് എന്ന കോടീശ്വരനെ തന്റെ ദരിദ്രനായ അച്ഛൻ പരസ്യമായി അധിക്ഷേപിച്ചിരിക്കുന്നു. അച്ഛൻ അവനോട് എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്ന് ലാവണ്യക്ക് ഊഹിക്കാമായിരുന്നു. അവളുടെ മുഖമാകെ വാടിപ്പോയിരുന്നു. മുറിയിലാകെ കുറച്ചു നേരത്തേക്ക് ഒരു നിശബ്ദത തളം കെട്ടി നിന്നു. വിശാഖ് എന്തോ ആലോചനയിലായിരുന്നു. ലക്ഷ്മി അമ്മയും ലാവണ്യയും ഒന്നും മിണ്ടിയതുമില്ല. എന്താ മോനെ, അയാൾ എന്തു പറഞ്ഞു? കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം ലക്ഷ്മി അമ്മ ആകാംക്ഷയോടെ വിശാഖിനോട് ചോദിച്ചു. അമ്മേ, അത് അയാൾ പറഞ്ഞത്, അയാൾ ലാവണ്യയെ എനിക്ക് തരില്ല. എന്നോട് വളരെ മോശമായി സംസാരിച്ചു. വിശാഖ് വേദനയോടെ പറഞ്ഞു. അത് കേട്ടതും ലാവണ്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ മുറിയുടെ മൂലയിൽ തല കുനിച്ചു നിന്നു. ഞാൻ പറഞ്ഞില്ലേ സാർ, അച്ഛൻ സമ്മതിക്കില്ല. അച്ഛന്റെ മുന്നിൽ സാർ ചെറുതാവരുത്. എന്നെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടേക്കൂ. എനിക്കിതൊന്നും മോഹിക്കാനുള്ള ഒരർഹതയുമില്ല. ഞാൻ ഇതുവരെ കഴിഞ്ഞ പോലെയൊക്കെ ദാരിദ്ര്യത്തിന്റെ ലോകത്ത് തന്നെ ജീവിച്ചോളാം. അവൾ അത് പറഞ്ഞപ്പോൾ വിശാഖ് അവളുടെ അടുത്തേക്ക് നടന്നു. ഇല്ല ലാവണ്യ, ഞാൻ സമ്മതിക്കില്ല. ഈ ലോകത്ത് ഒരു കാര്യത്തിനു വേണ്ടി ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. നിന്റെ രണ്ടാനച്ഛൻ ദേശക്കാരനൊക്കെയാണ്. എന്നോട് വളരെ മോശമായാണ് ഇപ്പോൾ സംസാരിച്ചതും. പക്ഷേ എതിർത്തു പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. അയാളെക്കാൾ മോശമായി വേണമെങ്കിൽ എനിക്ക് സംസാരിക്കാം.
പക്ഷേ ഞാനത് ചെയ്യാതിരുന്നത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. നിന്റെ മനസ്സ് ഒരിക്കലും ഞാൻ കാരണം വേദനിക്കാതിരിക്കാൻ വേണ്ടി. അവൻ പറഞ്ഞപ്പോൾ ലാവണ്യയുടെ കണ്ണുകളിൽ ദുഃഖം നിഴലിച്ചിരുന്നു. അയാൾ അത്രയും മോശമായി സംസാരിച്ചെങ്കിലും തന്റെ മനസ്സിൽ ആദ്യമായി തോന്നിയ പ്രണയം ഉപേക്ഷിക്കാൻ അവൻ ഒരുക്കമായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ സാർ, അച്ഛൻ അങ്ങനെയാണ്, അച്ഛന്റെ സ്വഭാവം അങ്ങനെയായിപ്പോയി. ഇനി ഒരിക്കലും അത് മാറുമെന്ന് തോന്നുന്നില്ല. അച്ഛൻ സാറിനോട് പറഞ്ഞു പോയതിനൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ലാവണ്യയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ഇറ്റു വീണു. നീ എന്തിനാ ലാവണ്യ അതിന് മാപ്പ് ചോദിക്കുന്നത്? നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്നാലും എന്തുകൊണ്ടാണ് ലാവണ്യ അയാൾക്ക് നിനക്കൊരു നല്ല ഭാവി ഉണ്ടാകുന്നതിൽ ഇത്ര വെറുപ്പ് തോന്നുന്നത്? സ്വന്തം അച്ഛനല്ലെങ്കിലും അയാളുടെ മോളുടെ സ്ഥാനം തന്നെയല്ലേ നിനക്ക്? വിശാഖ് ചോദിച്ചു. അത് കേട്ടപ്പോൾ ലാവണ്യയുടെ മുഖം വിളറി വെളുത്തു. അവൾ 2 അടി മുന്നോട്ട് നടന്നു. വിശാഖിനരികിലെത്തി. എന്നിട്ട് ശബ്ദം തീരെ താഴ്ത്തി പറഞ്ഞു, അതിന്റെ കാരണം ഞാൻ പറഞ്ഞില്ലേ സാർ, അയാളെന്റെ സ്വന്തം അച്ഛനല്ലല്ലോ. സ്വന്തമല്ലെങ്കിലും സ്വന്തം പോലെ കാണുന്ന എത്രയോ പേരുണ്ട്. പക്ഷേ അയാൾക്കെന്നും ഞാനും അമ്മയും അന്യര് തന്നെയാണ്. അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ തെറ്റായ തീരുമാനമായിരുന്നു ആളുമായുള്ള വിവാഹം. അച്ഛൻ മരിച്ച് ഞാനും അമ്മയും ഒറ്റപ്പെട്ടപ്പോൾ ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അമ്മ വീണ്ടും വിവാഹം കഴിച്ചത്. തുടക്കത്തിലൊക്കെ അങ്ങേര് നല്ലവനായിരുന്നു. പിന്നെ അമ്മയുടെ രോഗവും ഞങ്ങളുടെ കഷ്ടപ്പാടുമൊക്കെ കൂടി വന്നപ്പോൾ അങ്ങേരുടെ സ്വഭാവം മാറി തുടങ്ങി. അങ്ങേർക്ക് ഞങ്ങളെ തീരെ ഇഷ്ടമില്ലാതെയായി. എപ്പോഴും ഞാനൊരു ബാധ്യതയാണെന്ന് പറഞ്ഞു തുടങ്ങി. പിന്നെ എന്നും മദ്യപാനവും വഴക്കുമായി. ഞാനും അമ്മയും ഒരല്പം സന്തോഷിക്കുന്നതോ എനിക്കെന്തെങ്കിലും നല്ലത് സംഭവിക്കുന്നതോ പോലും അങ്ങേർക്ക് സഹിക്കാനാവാതെയായി. ഞങ്ങൾ 2 പേരെയും ശത്രുക്കളെ പോലെ കാണാൻ തുടങ്ങി. ഇവിടെ എന്നെ ജോലിക്ക് അയച്ചതുപോലും എന്റെ ശമ്പളത്തിൽ നിന്ന് കൈയിട്ട് വാരാൻ വേണ്ടിയാണ്. ഒരുപാട് വിഷമിച്ചാണ് ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നത്. എന്നാൽ ഇവിടെ വന്ന് ഈ അമ്മയെ കണ്ടപ്പോൾ, അമ്മയോടടുത്തപ്പോൾ എനിക്കെന്റെ സ്വന്തം അമ്മയുടേതുപോലെ സ്നേഹം കിട്ടിത്തുടങ്ങി. എന്നും രാത്രിയിൽ എന്റെ അമ്മയെ ഫോൺ വിളിക്കുമ്പോൾ ഇവിടുത്തെ അമ്മയുടെ ഒരു 100,000 കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്. ഞാനിവിടെ സേഫാണെന്നറിയുമ്പോൾ എന്റെ അമ്മയുടെ മനസ്സ് ഏറെ സമാധാനിക്കും. അവിടെ അവരുടെ ഇടയിൽ കിടന്ന് നരകിക്കുന്നതിലും നല്ലത് ഇങ്ങനെ ഒരിടമാണെന്ന് അമ്മ എന്നെ സമാധാനിപ്പിക്കും. ലാവണ്യ അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. ലാവണ്യയുടെ വാക്കുകൾ കേട്ട് വിശാഖിന്റെ ഹൃദയത്തിൽ വേദന തോന്നി. ഇത്രയും കാലം അവൾ മനസ്സിൽ കൊണ്ടു നടന്ന വേദന എത്ര വലുതാണെന്ന് അവന് മനസ്സിലായി. ഒരപരിചിതന്റെ വീട്ടിലെ ജോലിക്കാരിയായി ഇത്രയും ചെറിയൊരു പെൺകുട്ടി വരണമെങ്കിൽ അവളുടെ മനസ്സിൽ രണ്ടാനച്ഛനെക്കുറിച്ചും മുറച്ചെറുക്കനെക്കുറിച്ചുമുള്ള ഭയം എത്രയായിരുന്നു എന്ന് വിശാഖ് തിരിച്ചറിഞ്ഞു. അതുകൂടെ കേട്ടപ്പോൾ അവളോട് തോന്നിയ അതിരില്ലാത്ത സ്നേഹം, അവളുടെ ദുരിത കഥ, ഇതെല്ലാം വിശാഖിന്റെ മനസ്സിലെ സ്നേഹത്തെ കെടുത്തുന്നതിനു പകരം അതിന്റെ ആഴം കൂട്ടുകയാണ് ചെയ്തത്. അവന്റെ മനസ്സ് നിറയെ അവളെ സംരക്ഷിക്കാനുള്ള വാത്സല്യമാണ് നിറഞ്ഞു നിന്നിരുന്നത്. അത് അവളുടെ സൗന്ദര്യത്തോടുള്ള ആകർഷണമായിരുന്നില്ല. മറിച്ച് ജീവിതത്തിൽ വിഷമങ്ങൾ ഉണ്ടായിട്ടും തകരാതെ, ആരെയും വേദനിപ്പിക്കാതെ കിട്ടിയ ജോലി ആത്മാർത്ഥതയോടെ ചെയ്ത് തന്റെ അമ്മയ്ക്ക് ആത്മാർത്ഥമായ പരിചരണം നൽകിയ അവളുടെ സ്നേഹമുള്ള മനസ്സിനോടുള്ള ഒരു തരം ആരാധനയായിരുന്നു അത്. ഇവൾക്ക് പകരം ഇനി ആര് വന്നാലാണ് എന്റെ അമ്മയെ ഇത്ര സന്തോഷിപ്പിക്കാൻ കഴിയുക? തന്റെ പണം കൊണ്ട് പോലും വാങ്ങാൻ കഴിയാത്ത ഒരു വിശ്വാസം ലാവണ്യ അവന്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്തിരുന്നു. ലക്ഷ്മി അമ്മ ഇതെല്ലാം കേട്ട് വിഷമത്തോടെ തലകുനിച്ചിരിക്കുകയായിരുന്നു. വിശാഖ് അപ്പോൾ ലാവണ്യയെ ഒന്ന് നന്നായി നോക്കി. ശേഷം മുന്നോട്ട് ചെന്ന് അവളുടെ തോളിൽ പതിയെ കൈവച്ചു. ലാവണ്യ, അവൻ സ്നേഹത്തോടെ വിളിച്ചു. അവന്റെ ശബ്ദം അപ്പോൾ കൂടുതൽ മൃദുവായിരുന്നു. അയാൾ മോശമായിട്ട് പെരുമാറിയതൊന്നും നീ ഓർക്കരുത്. നിന്റെ മനസ്സിൽ എപ്പോഴും ഈ ഒരു കാര്യം ഓർമ്മയിൽ വെച്ചോളൂ. ഇനി നീ ഒറ്റയ്ക്കല്ല. ഈ വീട്ടിൽ എന്റെ അമ്മയ്ക്ക് നീ മോളാണ്. എനിക്ക് നീ എന്റെ ജീവനാണ്. ഇത്ര കാലത്തെ ബിസിനസ് ജീവിതത്തിനിടയ്ക്ക് വിശാഖ് ചന്ദ്ര മേനോൻ എന്ന എനിക്ക് ആദ്യമായി ഇഷ്ടം തോന്നിയ പെൺകുട്ടി. നിന്റെ രണ്ടാനച്ഛനോ മുറച്ചെറുക്കനോ അയാളുടെ വാക്കോ നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സമാകില്ല. നിന്റെ ജീവിതത്തിലെ കഴിഞ്ഞ കാലത്തെ സങ്കടങ്ങളെല്ലാം മായ്ച്ചു കളയാൻ ഞാൻ ശ്രമിക്കാം. നിനക്കൊരു പുതിയ ജീവിതം ഞാൻ നൽകും. ഈ കാണുന്നതിനൊക്കെയും അവകാശിയായി എനിക്കും അമ്മയ്ക്കും മറ്റാരുമില്ല. ആ അവകാശി നീ ആകുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. നിന്റെ അച്ഛന് നിനക്കൊരു നല്ല ജീവിതം കിട്ടുന്നത് ഇഷ്ടമല്ലായിരിക്കാം. എന്നാൽ നിന്നെപ്പോലൊരു കുട്ടിക്ക് ജീവിതം തരുന്നതിൽ എനിക്ക് ഏറെ ഇഷ്ടമാണ്. എന്റെ അമ്മയ്ക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഞാൻ എന്നും നിന്നോടൊപ്പം ഉണ്ടാകും. വിശാഖ് അത് പറഞ്ഞ് അവളെ അവനോട് ചേർത്ത് നിർത്തി. കരച്ചിലോടെ അവൾ അവനിലേക്ക് ചേർന്നു പോയി. അതെല്ലാം കേട്ട് ലക്ഷ്മി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എങ്ങും മാർബിളിന്റെ തണുപ്പ് പടർന്നു കിടക്കുന്ന ആ ആഡംബര വീട് അല്പസമയത്തേക്ക് സ്നേഹത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും ഇടമായി മാറി. വിശാഖ് അവളെ മെല്ലെ ഒന്ന് തലോടി. അവന്റെ വാക്കുകൾ ലാവണ്യക്കേറെ ആശ്വാസവും അതോടൊപ്പം തന്നെ തനിക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത വിധത്തിലുള്ള പുതിയ പ്രതീക്ഷയുമാണ് നൽകിയത്.
ഒന്നുമില്ലാത്തവളായിട്ടും വിശാഖിന് തന്നോടുള്ള സ്നേഹം കൂടുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന സത്യം അവളുടെ ഹൃദയത്തെ വല്ലാതെ തൊട്ടു. എന്നാൽ ആ സന്തോഷത്തിന് അധികമായുസുണ്ടായിരുന്നില്ല. വിശാഖ് ഫോണിൽ കൂടെ പറഞ്ഞ കാര്യങ്ങൾ ശങ്കരന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. കോടിക്കണക്കിന് സ്വത്തുള്ള അവനെങ്ങാനും ഇനി അവൾക്ക് നല്ല ജീവിതം വാഗ്ദാനം ചെയ്ത് അവളും തള്ളയും കൂടെ അവിടെ പോയി പാർക്കുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് എപ്പോൾ പുറത്തായി എന്ന് ചോദിച്ചാൽ മതി. കാശ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തള്ളക്കും മോൾക്കും എന്നെ വേണ്ടാതാകും. ആഹാ, ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ലാവണ്യക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നത് കാണാൻ അയാൾക്കൊട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. താനാണ് അവളുടെ ഭാവി തീരുമാനിക്കുന്നത് എന്ന അധികാരം പിടിച്ചെടുക്കാനുള്ള തിടുക്കത്തിൽ പിറ്റേന്ന് രാവിലെ തന്നെ ശങ്കരൻ ഒരു തീരുമാനമെടുത്തു. സൂര്യൻ ഉച്ചയിലെത്തുന്നതിനു മുമ്പ് തന്നെ ശങ്കരനും ലാവണ്യയുടെ മുറച്ചെറുക്കനുമായ സത്യനും ചേർന്ന് വിശാഖിന്റെ വീടിന്റെ ഗേറ്റ് കടന്നു. ശങ്കരനൊപ്പം അത്രയും വലിയ വീട്ടിലേക്ക് വരാൻ സത്യന് ചെറിയൊരു പേടി ഉണ്ടായിരുന്നെങ്കിൽ പോലും ലാവണ്യയെ സ്വന്തമാക്കുന്ന കാര്യം ആലോചിച്ചപ്പോൾ അയാൾക്ക് ധൃതി കൂടി. അകത്തെത്തിയ ശങ്കരൻ ആ വീടിന്റെ ഭംഗിയും ആഡംബരവും കണ്ട് വല്ലാതെ ഞെട്ടിയിരുന്നു. ശരിക്കു പറഞ്ഞാൽ അതെല്ലാം കൂടെ അയാളെ കൂടുതൽ പ്രകോപിപ്പിച്ചു. വില കൂടിയ മാർബിൾ തറകളും സ്വർണ്ണ നിറമുള്ള കൊത്തുപണികളും അലങ്കാര വസ്തുക്കളുമെല്ലാം അയാളുടെ കണ്ണിലെ ദേഷ്യം കൂട്ടുകയായിരുന്നു. അയാൾ അവിടെ മുറ്റത്തുനിന്ന് നിർത്താതെ കോളിംഗ് ബെൽ അടിക്കാൻ തുടങ്ങി. ബെല്ലടിച്ചു കഴിഞ്ഞതും അകത്തുനിന്നും വിശാഖ് വരാൻ പോലും കാത്തു നിൽക്കാതെ ശങ്കരൻ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. എവിടെയാടോ നിങ്ങളെല്ലാവരും? എന്റെ മോളെ നിന്റെ വീട്ടിലെ ജോലിക്കാരിയായി കൊണ്ടുവന്നിട്ട് ഇപ്പോ വെച്ചുകൊണ്ടിരിക്കുന്ന ക്യാഷുകാരൻ ഇവിടെ ഇല്ലേ? വിശാഖും ലാവണ്യയും അപ്പോൾ ലക്ഷ്മി അമ്മയുടെ മുറിയിലുണ്ടായിരുന്നു. പുറത്തുനിന്ന് ശബ്ദം കേട്ടതും അവർ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അത് അച്ഛനാണെന്ന് മനസ്സിലാക്കി ലാവണ്യയുടെ മുഖം പെട്ടെന്ന് ഭയം കൊണ്ട് വിളറി. വിശാഖ് അപ്പോൾ ശാന്തത കൈവിടാതെ മുന്നോട്ട് നടന്നു. ഉമ്മറത്തെത്തിയതും വിശാഖ് അവരെ രണ്ടുപേരെയും ഒന്ന് നോക്കി. രണ്ടാളും നന്നായി മദ്യപിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. എന്താ കാര്യം? നിങ്ങളെയൊക്കെ ആരാ അകത്ത് കയറ്റിയത്? വീട്ടിൽ കയറി വന്ന് വല്ല അനാവശ്യവും വിളിച്ചു പറയാമെന്ന് വിചാരിക്കരുത്. വിശാഖ് അത് പറഞ്ഞ് അവരെ ഒന്നുകൂടെ നോക്കി. എന്നാൽ അവനെ കണ്ടതും ശങ്കരൻ ദേഷ്യത്തോടെ വിശാഖിന് നേരെ പാഞ്ഞു വന്നു. എടാ, പണത്തിന്റെ ഹുങ്ക് കാണിച്ച് എന്റെ മോളെ ഇവിടെ തടഞ്ഞു വെച്ചതല്ലേ? തന്റെ അമ്മയെ നോക്കാൻ വന്ന ഇവളെ തനിക്ക് എന്തിനാടോ ഇടക്ക് നോക്കി കണ്ണിറുക്കാനാണോ വെച്ചിരിക്കുന്നത്? ഇവളെ കെട്ടിക്കാമെന്ന് ഞാൻ ഇവന് വാക്ക് കൊടുത്തതാണ്. ഇവൻ എന്റെ മരുമകൻ സത്യൻ. നീ ആരാണെന്ന് വിചാരിച്ചടാ? നിന്റെ കയ്യിലിരിപ്പ് ഏതായാലും നടക്കില്ല. അതിന് നീ ഞങ്ങളെ കൊല്ലണം. കൊല്ലടാ, കൊല്ലടാ. ശങ്കരൻ കലി തുള്ളുകയായിരുന്നു. വിശാഖിന്റെ വീടിന്റെ അന്തരീക്ഷം തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ആ അലർച്ചയിൽ ലാവണ്യ വല്ലാതെ അമ്പരന്നുപോയി. എന്നാൽ വിശാഖ് അപ്പോഴും ശാന്തനായിരുന്നു. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാകും. പിന്നെ നിങ്ങൾ പറഞ്ഞ ലാവണ്യയുടെ കാര്യം, അവളുടെ സമ്മതമില്ലാതെ അവളെ തന്റെ മരുമകന് വിട്ടുകൊടുക്കാൻ ഞാൻ ഒരുക്കമല്ല. അവൾ ആരുടെ കൂടെ ജീവിക്കണമെന്നുള്ളത് അവളുടെ ഇഷ്ടമാണ്. വിശാഖ് തണുത്ത ശബ്ദത്തിൽ മറുപടി പറഞ്ഞു. അവൾക്കിവിടെ നല്ല ജീവിതം കിട്ടുമെന്ന് പറഞ്ഞ് നീ അവളെ ചതിച്ചതല്ലേ? ഇന്ന് വരെ ഇല്ലായിരുന്നല്ലോ അവൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം. നിന്നെപ്പോലുള്ള കള്ളന്മാരുടെ വീട്ടിലെ ഇനി ഇവളെ നിർത്താൻ എനിക്ക് മനസ്സില്ല. ഇവളെ എനിക്ക് വേണം. ഞാൻ ഇപ്പോൾ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ശങ്കരൻ അത് പറഞ്ഞ് ഉമ്മറത്തേക്ക് കയറി ലാവണ്യയുടെ കയ്യിൽ പിടിച്ചു വലിക്കാൻ ശ്രമിച്ചു. വാടി ഇങ്ങോട്ട്. അയാൾ അവളെ നിലത്തിട്ട് വലിക്കാൻ ശ്രമിച്ചതും കണ്ടുനിന്ന വിശാഖ് പ്രതികരിച്ചത് ഒരു കോടീശ്വരനെ പോലെ ആയിരുന്നില്ല. മറിച്ച് പ്രണയിക്കുന്ന ഏതൊരു സാധാരണ പുരുഷനെയും പോലെ തന്നെയായിരുന്നു. മിന്നൽ വേഗത്തിൽ വിശാഖ് മുന്നോട്ട് വന്ന് ലാവണ്യയുടെ കൈകളിൽ നിന്ന് ശങ്കരന്റെ പിടി വിടുവിച്ചു. തുടർന്ന് തന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് ശങ്കരന്റെയും സത്യന്റെയും കണ്ണുകൾക്ക് മുന്നിൽ വെച്ച് വിശാഖ് അവളെ തന്റെ നെഞ്ചോട് ചേർത്തു നിർത്തി. ലാവണ്യ അവന്റെ ആ സ്നേഹത്തിന്റെ ചൂടിൽ പേടിച്ചു വിറച്ചുകൊണ്ട് വിശാഖിന്റെ നെഞ്ചിൽ ഒളിച്ചു. അവൻ അവളെ മുറുക്കി പിടിച്ചു. വിശാഖിന്റെ കണ്ണിൽ അപ്പോൾ ഒരു തീജ്വാല കത്താൻ തുടങ്ങി. എന്നാൽ നിങ്ങൾ ഇവിടെ നിന്ന് ഇവളെ കൊണ്ടുപോകുന്നത് എനിക്കൊന്ന് കാണണം. ഇവളിപ്പോൾ വെറും ഒരു ജോലിക്കാരിയല്ല. ഇവൾക്ക് ഇവിടെ തങ്ങണമെങ്കിൽ, എനിക്കിവളെ ഇഷ്ടമാണെങ്കിൽ ഇവളെന്നും ഇവിടെ തന്നെ കാണും. ഇതെന്റെ മാത്രം ഇഷ്ടമല്ല, ഇവളുടെ കൂടി ഇഷ്ടമാണ്, എന്റെ അമ്മയുടെയും. ഇവളിപ്പോൾ എന്റെ ജീവിതമാണ്, ഞങ്ങളുടെ ജീവിതം. അവൻ ലാവണ്യയെ ചേർത്തു പിടിച്ചുകൊണ്ട് ഉറച്ച സ്വരത്തിൽ പ്രഖ്യാപിച്ചു. അവന്റെ ഉറച്ച വാക്കുകൾ കേട്ടതും ശങ്കരൻ ഒന്ന് പതറിയിരുന്നു. എങ്കിലും അയാളുടെ ശക്തി ഒന്നുകൂടെ വീണ്ടെടുത്തു. നടക്കില്ലടാ, അത് ഈ ജന്മം നടക്കില്ല. അയാൾ അവനോട് പറഞ്ഞു. നടക്കും. ഇവളെ ആർക്കും വിട്ടുകൊടുക്കാൻ ഞാൻ ഒരുക്കമല്ല. ഇവളുടെ ഇഷ്ടമാണ് ഇവിടെ വലുത്. നിങ്ങൾക്ക് പണം വേണമെങ്കിൽ ഞാൻ തരാം, എത്ര വേണമെങ്കിലും തരാം. നിങ്ങളുടെ എല്ലാ കടങ്ങളും തീർക്കാം. പക്ഷേ ഇവളെ മാത്രം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. ഇവളിനി ഈ വീടിന്റെ അവകാശിയാണ്, എന്റെ ഭാര്യയാകാൻ പോകുന്നവളാണ്. വിശാഖ് പറഞ്ഞപ്പോൾ ശങ്കരന്റെയും സത്യന്റെയും മുഖം ദേഷ്യവും അമ്പരപ്പും കൊണ്ട് വിളറി. അത്രയും വലിയൊരു കോടീശ്വരൻ അവൻ ഫോൺ വിളിച്ച് കല്യാണക്കാര്യം പറഞ്ഞപ്പോൾ എന്തോ പറയുകയാണെന്നാണ് അവർ കരുതിയത്. എന്നാൽ ഈ വീട്ടിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വെറും ജോലിക്കാരിയായ അവളെ തന്റെ പ്രണയിനിയായി, ഭാര്യയാകാൻ പോകുന്നവളായി അവൻ പ്രഖ്യാപിക്കുമെന്ന് അവർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ലക്ഷ്മി അമ്മ അപ്പോൾ സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുകൾ അടച്ചു.
അവകാശിയോ? നീ കളിക്കല്ലടാ. ഇവൾക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് ഇവനുമായിട്ടായിരിക്കണം. ഞാൻ തീരുമാനിച്ചതായിരിക്കണം. ഇവളെ കൊണ്ടുപോകാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല. ശങ്കരൻ അലറി വിളിച്ചു. അയാൾ വിശാഖിന്റെ നേരെ പാഞ്ഞടുത്തു. എന്നാൽ സത്യൻ അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. ആഡംബരത്തിന്റെ നിശബ്ദതയിലെന്നും വളരെ ശാന്തതയുള്ള ഇടമായി നിൽക്കാൻ ശീലിച്ച വിശാഖിന്റെ വീട്ടിലെ അന്തരീക്ഷം ശങ്കരന്റെ അലർച്ചകൾ കൊണ്ട് വല്ലാതെ മാറിയിരുന്നു. ഇങ്ങനെയൊന്നും കണ്ട് ശീലമില്ലാത്ത ലക്ഷ്മി അമ്മ ഭയം കൊണ്ട് വിറച്ചു. മോനെ, ഒന്നും വേണ്ട. ഇവിടെ വെച്ചൊരു പ്രശ്നം വേണ്ട മോനെ. അവരെ അവരുടെ പാട്ടിന് വിട്ടേക്ക്. ലക്ഷ്മി അമ്മ വീൽചെയറിൽ ഇരുന്നു കൊണ്ട് വിശാഖിനെ നോക്കി പറഞ്ഞു. എന്നാൽ വിശാഖ് അപ്പോഴും ലാവണ്യയെ ചേർത്ത് പിടിച്ച് ഒട്ടും പേടിയില്ലാതെ ശാന്തനായി നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും ഈ ബഹളമൊക്കെ കണ്ട് മുറ്റത്തു നിന്ന് സെക്യൂരിറ്റി ഓടി വന്നു. എന്താ പ്രഭാകരേട്ടാ, നിങ്ങളല്ലേ ഇവരെ അകത്തേക്ക് കയറ്റിയത്? എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദിച്ചില്ല? വിശാഖ് സെക്യൂരിറ്റിയോട് ചോദിച്ചു. അത് സാർ, ഇവര് ലാവണ്യയെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ബന്ധുക്കളായതുകൊണ്ട് കയറ്റിയതായിരുന്നു. സോറി സാർ. സെക്യൂരിറ്റി പറ്റിയത് തെറ്റായി പോയി എന്ന ഭാവത്തിൽ തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, എന്തായാലും വന്നതിന്റെ ബാക്കി നോക്കാം, വിശാഖ് പറഞ്ഞു. വാടി ഇങ്ങോട്ട്. ശങ്കരൻ അപ്പോൾ വീണ്ടും ലാവണ്യയെ പിടിക്കാനായി അങ്ങോട്ട് വന്നു. നിങ്ങൾ ബലം പ്രയോഗിക്കാൻ ശ്രമിക്കരുത് മിസ്റ്റർ. ഇതൊരു സ്വകാര്യ സ്ഥലമാണ്. ഇവിടെ അതിക്രമിച്ചു കയറാൻ നിങ്ങൾക്ക് അവകാശമില്ല. എന്തവകാശം? എന്റെ മോളുടെ കാര്യത്തിൽ എനിക്ക് ഇടപെടാം. നീ പണം കൊടുത്തിവളെ വാങ്ങാമെന്ന് കരുതണ്ട. ശങ്കരൻ തന്റെ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ ഉമ്മറത്തേക്ക് കയറി അവിടെയുള്ള കസേരകൾ തട്ടിമറിക്കാൻ നോക്കി. അയാൾക്ക് പിന്തുണയുമായി സത്യനും അതിൽ ചേർന്നു. തന്റെ അമ്മയുടെ സുരക്ഷയും ലാവണ്യയുടെ ഭയവും കണ്ടപ്പോൾ വിശാഖ് ഒരടി പിന്നോട്ട് വെച്ചു. ഇനി അവരെ വാക്കുകൊണ്ട് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് വിശാഖിന് മനസ്സിലായി. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല, പോലീസിനെ വിളിച്ചേ പറ്റൂ. നിങ്ങൾ ഇവിടെ നിന്ന് വഴക്കുണ്ടാക്കി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കരുത്. ഇവിടെ നിറങ്ങി പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. വിശാഖ് ഒരിക്കൽ കൂടി താക്കീത് നൽകി. ഞങ്ങൾ പോകില്ല. നീ എന്താന്ന് വെച്ചാൽ ചെയ്യടാ. ശങ്കരൻ കസേര തട്ടിമറിക്കുന്നതിനിടയിൽ വാശിയോടെ പറഞ്ഞു. ലാവണ്യ അപ്പോൾ പേടിച്ചുകൊണ്ട് കരയുകയായിരുന്നു. എന്നാൽ വിശാഖ് പിന്നീട് സമയം കളഞ്ഞില്ല. അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ശാന്തനായി ഒരു സൈനികനെ പോലെ നിന്നു. എന്നിട്ട് വേഗം കയ്യിലെ ഫോണെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. ഹലോ സാർ, ഞാൻ EK കോർപ്പറേറ്റ് MD വിശാഖ് ചന്ദ്ര മേനോനാണ് സംസാരിക്കുന്നത്. എന്റെ വീടിനകത്ത് ചിലർ അതിക്രമിച്ചു കയറി ബഹളമുണ്ടാക്കുകയാണ്. വീട്ടിലുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നു, ഉപദ്രവിക്കാൻ നോക്കുന്നു. ദയവായി എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം. അവൻ പോലീസുമായി സംസാരിച്ച ശേഷം ഫോൺ വെച്ചു. ശങ്കരനും സത്യനും അതൊക്കെ കേട്ടു. പോലീസ് അല്പസമയത്തിനകം ഇവിടെ എത്തും. വിശാഖ് ശങ്കരനോടും സത്യനോടുമായി പറഞ്ഞു. അവർ വരുന്നതിനു മുൻപ് നിങ്ങൾക്ക് ഇവിടെ നിന്നും പോകാം. അല്ലെങ്കിൽ അതിക്രമിച്ചു കയറിയതിനും ഒരു പ്രൈവറ്റ് സ്പേസിൽ വന്ന് ശല്യമുണ്ടാക്കിയതിനും എനിക്ക് കേസെടുക്കേണ്ടി വരും. എന്നാൽ അത് കേട്ടിട്ടും ശങ്കരന്റെ വാശി അടങ്ങിയില്ല. പോലീസ് വരട്ടെ, എന്റെ മോളെ തട്ടിക്കൊണ്ടുപോയതിന് ഞാൻ നിനക്കെതിരെ പരാതി കൊടുക്കും, അയാൾ അവനോട് പറഞ്ഞു. എന്നാൽ അപ്പോഴും വിശാഖിന് യാതൊരു ഭാവമാറ്റവുമില്ലായിരുന്നു. മിനിറ്റുകൾക്കകം പോലീസ് ജീപ്പിന്റെ സൈറൺ ശബ്ദം അവന്റെ ആഡംബര വീടിന്റെ മതിലുകൾ കടന്ന് അകത്തേക്ക് വന്നു. പോലീസുകാർ ജീപ്പിൽ നിന്നിറങ്ങി വേഗം വിശാഖിനരികിലേക്ക് വന്നു. വിശാഖിനെ അവർക്കറിയാമായിരുന്നു. ടൗണിലെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരൻ എന്ന നിലയിൽ അവൻ പരിചിതനാണ്. അവർ അവിടെ ചുറ്റിലും നോക്കി നടന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. എന്താ സാർ, എന്താ കാര്യം? അവർ വിശാഖിനോട് മാറി നിന്ന് അല്പം സംസാരിച്ചു. അവർ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. സാർ, ഇയാൾ എന്റെ ജീവനക്കാരിയുടെ അച്ഛനും ഇതിവളുടെ മുറച്ചെറുക്കനുമാണ്. ഇവർ എന്റെ വീട്ടിൽ നിന്ന് അതിക്രമിച്ചു കയറുകയും എന്റെ അമ്മയെയും എന്നെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ലാവണ്യ എന്റെ വീട്ടിൽ സുരക്ഷിതയാണ്. ഇവൾക്ക് ഇവിടുത്തെ ജോലി നിർത്താനോ ഇവിടെ നിന്ന് പോകാനോ താല്പര്യമില്ല, വിശാഖ് പറഞ്ഞു. പോലീസ് അപ്പോൾ ലാവണ്യയോട് കാര്യങ്ങൾ ചോദിച്ചു. അതുവരെ ഉണ്ടായിരുന്ന പേടിയെല്ലാം മാറ്റിവെച്ച് അവൾ അപ്പോൾ ധൈര്യത്തോടെ മറുപടി പറഞ്ഞു തുടങ്ങി. എനിക്കിവിടെ ഒരു കുഴപ്പവുമില്ല സാർ. എനിക്കിവിടെ നിന്ന് പോകാൻ ഇഷ്ടവുമില്ല. ഇവർ ബലം പ്രയോഗിച്ച് എന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അതുകൂടി കേട്ടതും പോലീസ് ഉദ്യോഗസ്ഥൻ ശങ്കരന്റെയും സത്യന്റെയും നേർക്ക് തിരിഞ്ഞു. നിങ്ങൾക്കിവിടെ വഴക്കുണ്ടാക്കാൻ യാതൊരുവിധ അവകാശവുമില്ല. നിങ്ങളുടെ മകൾക്ക് ഈ വീട്ടിൽ തുടരാനാണ് ഇഷ്ടം. ആ പെൺകുട്ടിയുടെ അഭിപ്രായത്തിന് നിങ്ങൾക്കെതിര് പറയാൻ കഴിയില്ല. പ്രായപൂർത്തിയായ കുട്ടിയാണ്. നിങ്ങൾക്കിനി വല്ല പരാതിയുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് നിയമപരമായി നീങ്ങുക. ഇപ്പോൾ ഇവിടെ നിന്ന് പോകണം. അതല്ലെങ്കിൽ രണ്ടിനെയും തൂക്കിയെടുത്ത് അകത്തിടും ഞാൻ. പോലീസുകാരൻ കൈ ചൂണ്ടി പറഞ്ഞപ്പോൾ ശങ്കരനും സത്യനും ആകെ ഒന്ന് പേടിച്ചിരുന്നു. മാമ, ഇപ്പൊ പോകുന്നതാ നല്ലത്. ഇവര് ജീപ്പിലിട്ട് കൊണ്ടുപോയാൽ എന്തായാലും 14 ദിവസം റിമാൻഡ് ചെയ്യും. ഇയാൾക്ക് പരാതിയൊന്നുമില്ലെങ്കിൽ നമുക്ക് വേഗം തടി തപ്പാം, സത്യൻ അപ്പോൾ ശങ്കരന്റെ ചെവിയിൽ പറഞ്ഞു. അയ്യോ സാറേ, ഞങ്ങൾ പൊയ്ക്കോളാം. ഞങ്ങൾ മോളെ തടഞ്ഞു വെച്ചതാണെന്ന് കരുതിയ ദേഷ്യം കാണിച്ചത്. ഞങ്ങൾ പൊയ്ക്കോളാം സാറേ, ശങ്കരൻ അപ്പോൾ പോലീസുകാരനോട് പറഞ്ഞു. അതാ ഞാനും പറഞ്ഞത്, മര്യാദയ്ക്ക് പോകുന്നതാ നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ വകുപ്പ് മാറും. ഇപ്പോൾ വിശാഖ് സാർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ കേസാക്കാത്തത്. രണ്ടും വേഗം തടി തപ്പാൻ നോക്ക്. ചെല്ല് ചെല്ല്.
അയാൾ അവരോട് ആജ്ഞാപിച്ചുകൊണ്ട് പറഞ്ഞു. ദേഷ്യത്തോടെയാണെങ്കിലും ഉള്ളിലെ ദേഷ്യം കടിച്ചമർത്തി അപ്പോൾ അവിടുന്ന് തടി തപ്പാൻ എന്ന രീതിയിൽ ശങ്കരനും സത്യനും അവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു. മാമാ, എനിക്ക് അവളെ കിട്ടില്ലേ മാമാ? ഇതിപ്പോ നമ്മള് രണ്ടും പലതും കണക്ക് കൂട്ടി വന്നിട്ട് പട്ടി ചന്തക്ക് പോയ പോലെ ആയല്ലോ മാമാ. വെറും കൈയോടെയല്ലേ തിരിച്ചു പോകുന്നത്? പ്രായം കൊണ്ട് എത്രയോ മൂത്ത ആളാണെങ്കിലും മദ്യം വയറ്റിൽ ചെന്നാൽ സത്യനും ശങ്കരനെ പോലെ തന്നെ വെളിവില്ലായ്മ കുറച്ചു കൂടുതലാണ്. അവൻ കുഞ്ഞു കുട്ടികളെ പോലെ കരഞ്ഞുകൊണ്ട് മാമനോട് പറഞ്ഞു, നീ വിഷമിക്കാതിരിക്കടാ, നമുക്കൊരു വഴിയുണ്ടാക്കാം. നിന്റെ മാമനല്ലേ പറയുന്നത്? ശങ്കരൻ അത് പറഞ്ഞ് അവന് ധൈര്യം കൊടുക്കാനായി അയാളുടെ നെഞ്ചത്ത് 2 വലിയ അടിയടിച്ചു. അതേപോലെ തന്നെ 2 വലിയ അടി സത്യൻ അവന്റെ നെഞ്ചിലും അടിച്ച് മാമനോടുള്ള സ്നേഹം ഉറപ്പാക്കി. രണ്ടുപേരും വെളിവില്ലായ്മയും കൊണ്ട് ബാർ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അവര് പോയതോടെ ആ വലിയ വീട്ടിൽ വീണ്ടും സമാധാനം തിരിച്ചെത്തി. വിശാഖിന്റെയും ലാവണ്യയുടെയും ലക്ഷ്മി അമ്മയുടെയും മുഖത്ത് സന്തോഷം പടർന്നു. ശേഷം വിശാഖിന് കൈ കൊടുത്തുകൊണ്ട് പോലീസുകാരും തിരിച്ചുപോയി. വിശാഖ് അപ്പോൾ ലാവണ്യയുടെ കൈകളിൽ സ്നേഹത്തോടെ പിടിച്ചു. നീ ധൈര്യമായി സംസാരിച്ചത് എനിക്ക് ഒരുപാട് സന്തോഷമായി. നീ ഒരു വാക്ക് മാറ്റി പറഞ്ഞിരുന്നെങ്കിൽ നിന്നെ തടഞ്ഞുവെച്ച കേസിൽ ഞാൻ അകത്തുപോയേനെ. അവൻ പറഞ്ഞു, ഞാനിപ്പോൾ ആരെയും പേടിക്കുന്നില്ല സാർ. എനിക്കറിയാം സാർ എന്നെ സംരക്ഷിക്കുമെന്ന്. ലാവണ്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ശങ്കരന്റെ ഇടപെടൽ അവരുടെ പ്രണയത്തെ തകർക്കുന്നതിനു പകരം അതിനെ കൂടുതൽ ദൃഢമാക്കുകയാണ് ചെയ്തത്. ലക്ഷ്മി അമ്മ അപ്പോൾ സന്തോഷത്തോടെ കൈകൾ നീട്ടി. വിശാഖും ലാവണ്യയും അമ്മയുടെ അരികിൽ ചെന്ന് സ്നേഹത്തോടെ ഇരുന്നു. അവന്റെ കൈയപ്പോളും ലാവണ്യയുടെ കൈകളെ കൂട്ടിപ്പിടിച്ചിരുന്നു. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ടു പോയി. ലക്ഷ്മി അമ്മയുടെ നിറഞ്ഞ അനുഗ്രഹത്തോടെ വിശാഖും ലാവണ്യയും തങ്ങളുടെ വിവാഹ നിശ്ചയം നടത്തി. അവനെ സംബന്ധിച്ചിടത്തോളം കല്യാണം എന്ന് പറയുന്നത് തന്റെ ജീവിതത്തിലേക്ക് സന്തോഷവും വെളിച്ചവും കൊണ്ടുവന്ന ലാവണ്യക്ക് നൽകാനുള്ള ഒരു സമ്മാനമായിരുന്നു. തന്റെ സമ്പന്നതയിൽ ഒരു കുറവും വരുത്താതെ ആഡംബരത്തിന്റെ നെറുകയിൽ വെച്ച് തന്നെ വിവാഹം നടത്താൻ അവൻ തീരുമാനിച്ചു. അങ്ങനെ വിവാഹത്തിനുള്ള ക്ഷണക്കത്തുകൾ തയ്യാറാക്കി. ടൗണിലെ വലിയ ബിസിനസ്സുകാരെയും പല പ്രമുഖരെയും ബന്ധുക്കാരെയും ലക്ഷ്മി അമ്മയുടെ പഴയ സുഹൃത്തുക്കളെയും എല്ലാം ക്ഷണിച്ചു. ഒരു മര്യാദ എന്ന നിലക്ക് വിവാഹക്കാര്യം ഒരിക്കൽ കൂടി അവളുടെ രണ്ടാനച്ഛൻ ശങ്കരനെ അറിയിച്ചിരുന്നെങ്കിലും അയാൾ ആ ക്ഷണം നിരസിച്ചു. എന്നാൽ മോളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ അവളുടെ അമ്മ പൂർണ്ണ മനസ്സോടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞു. അങ്ങനെ വിവാഹ ദിവസം വന്നെത്തി. വിശാഖിന്റെ മാർബിൾ കൊട്ടാരം പൂക്കളാലും വെളിച്ചത്താലും അലങ്കരിക്കപ്പെട്ടു. മുറ്റം വിദേശ പൂക്കൾ കൊണ്ട് നിറഞ്ഞു. വീടിന്റെ മുൻവശം സ്വർണ്ണ നിറത്തിലുള്ള കർട്ടനുകൾ കൊണ്ട് അലങ്കരിച്ച രാജകീയമായ ഒരു പന്തൽ പോലെ തോന്നിപ്പിച്ചു. ലാവണ്യ ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഡിസൈനർ വസ്ത്രമണിഞ്ഞ് ആഭരണങ്ങളിൽ തിളങ്ങി നിന്നു. ദാരിദ്ര്യത്തിന്റെ ലോകത്തു നിന്ന് വന്ന പെൺകുട്ടി അന്നൊരു രാജകുമാരിയെ പോലെ കാണപ്പെട്ടു. അവളുടെ കണ്ണുകളിലും അവളുടെ അമ്മയുടെ കണ്ണുകളിലും ലക്ഷ്മി അമ്മയുടെ കണ്ണുകളിലുമൊക്കെ സന്തോഷ കണ്ണുനീർ നിറഞ്ഞിരുന്നു. അപ്പോൾ അവൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഒരു ഭയവുമില്ലായിരുന്നു. അവളുടെ നിഷ്കളങ്കമായ കുഞ്ഞു മനസ്സ് നിറയെ വിശാഖിനോടുള്ള അതിയായ സ്നേഹം മാത്രമായിരുന്നു. ലക്ഷ്മി അമ്മ വീൽചെയറിൽ അണിഞ്ഞൊരുങ്ങി വിവാഹവേദിയിൽ മുഴുവൻ സമയവും ഉണ്ടായിരുന്നു. മകന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം കാണാൻ കഴിഞ്ഞതിലുള്ള സംതൃപ്തി ആ മുഖത്ത് പ്രകടമായിരുന്നു. കല്യാണ സമ്മാനമായി വിശാഖ് നൽകിയ വില കൂടിയ വസ്ത്രമണിഞ്ഞ് ലാവണ്യയുടെ അമ്മയും ഏറെ സന്തോഷത്തോടെ ആ ചടങ്ങുകളിലെല്ലാം പങ്കുചേർന്നു. ലാവണ്യയുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് വിശാഖ് വിവാഹവേദിയിലേക്ക് നടന്നു. നഗരത്തിലെ പ്രമുഖരെല്ലാം അവരെ കൈയടിച്ചു വരവേറ്റു. ചടങ്ങുകൾക്ക് ശേഷം വിശാഖ് ലാവണ്യയുടെ കഴുത്തിൽ അവന്റെ പേര് പതിപ്പിച്ച മംഗല്യസൂത്രം അണിയിച്ചു. ആ നിമിഷം ലാവണ്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തന്റെ എല്ലാ ദുരിതങ്ങളും അവിടെ അവസാനിച്ചു എന്ന് അവൾക്ക് തോന്നി. അവൾക്കിപ്പോൾ സ്വന്തമായ ഒരു ഭർത്താവുണ്ട്, ഒരു വീടുണ്ട്, ഒരമ്മ കൂടിയുണ്ട്. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ശേഷം ആ ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് തന്നെ വിശാഖ് അവളുടെ നെറ്റിയിൽ അമർത്തി ഉമ്മ വെച്ചു. എന്നിട്ട് മൈക്ക് വാങ്ങി സദസ്സിലിരിക്കുന്ന എല്ലാവരോടുമായി പറഞ്ഞു, ഇവൾ എന്റെ ജീവനും ജീവിതവും പുണ്യവുമാണ്. ഇനി മുതൽ എന്റെ എല്ലാം. അത് കേട്ടപ്പോൾ ലക്ഷ്മി അമ്മയും അവിടെ ചുറ്റിലുമുണ്ടായിരുന്നവരും വലിയ സന്തോഷത്തോടെ കൈയടിച്ചു. അങ്ങനെ അവരുടെ ആദ്യ രാത്രി എത്തി. ആഡംബരത്തിന്റെ നടുവിലായി അലങ്കരിച്ച ആ വലിയ മുറിയിലേക്ക് ലാവണ്യ കയ്യിൽ ഒരു ഗ്ലാസ് പാലുമായി പതിയെ വാതിൽ തുറന്നു വന്നു. മുറി നിറയെ വില കൂടിയ പൂക്കളുടെ സുഗന്ധവും മങ്ങിയ വെളിച്ചവും ഉണ്ടായിരുന്നു. ആ ആഡംബരത്തിന്റെ പ്രൗഢിയിൽ പോലും അവൾക്ക് തന്റെ ഹൃദയമിടിപ്പ് വ്യക്തമായി കേൾക്കാമായിരുന്നു. അവൾ അകത്തേക്ക് ചെന്നപ്പോൾ വിശാഖ് രാജകീയമായ കിടക്കയുടെ അരികിൽ ശാന്തനായി ഇരിക്കുകയായിരുന്നു. വിവാഹ വേഷമെല്ലാം മാറ്റി ലളിതമായ ഒരു സിൽക്ക് കുർത്ത ധരിച്ച് ഗൗരവമില്ലാതെ പ്രണയം നിറഞ്ഞ കണ്ണുകളോടെ അവൻ അവളെ നോക്കി. അവന്റെ മുഖത്തും ഹൃദയത്തിലും അപ്പോൾ അവളോടുള്ള പ്രണയത്തിന്റെ വെളിച്ചമുണ്ടായിരുന്നു. സ്നേഹത്തിന്റെയും ആശ്വാസത്തിന്റെയും പ്രകാശം മാത്രം.
ലാവണ്യ പതിയെ മുന്നോട്ട് നടന്നു. പാലിന്റെ ഗ്ലാസ് അരികിലുള്ള മേശയിൽ വെച്ച ശേഷം അവൾ എന്തു പറയണം, എങ്ങനെ പെരുമാറണമെന്നറിയാതെ നിന്നു. വിശാഖ് അപ്പോൾ പതിയെ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ കൈകളിൽ മെല്ലെ പിടിച്ചു. നീ പേടിക്കണ്ട. അവന്റെ ശബ്ദം പതിവിലും മൃദുവായിരുന്നു. ഇന്ന് നമ്മുടെ ആദ്യരാത്രിയാണ്. ഇനിയുള്ള നിമിഷങ്ങൾ നിന്റെ ഇഷ്ടം പോലെയാണ്. നിനക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രമേ ഞാൻ നിന്നെ തൊടുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രം മതി നമ്മുടെ ബന്ധപ്പെടൽ. അവളുടെ കണ്ണുകളിലെ നേരിയ ഭയം വിശാഖ് തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ അവന്റെ സ്നേഹം അവളുടെ എല്ലാ പേടിയും മായ്ച്ചു കളയുന്നതായിരുന്നു. വിശാഖ് സാർ, അവൾ പതുക്കെ വിളിച്ചു. ഏയ്, എന്താ ഇത് സാറോ? അതൊക്കെ കഴിഞ്ഞു. ലാവണ്യ ഇനി ഏട്ടനെന്ന് വിളിച്ചാൽ മതി. എന്റെ ഭാര്യയല്ലേ നീ? അവൻ ചെറുചിരിയോടെ പറഞ്ഞു. രണ്ടുപേരുടെയും ഹൃദയങ്ങൾ തമ്മിൽ ഒന്നായ നിമിഷം വിശാഖ് അവളെ തന്റെ നെഞ്ചോട് ചേർത്തു നിർത്തി. ലാവണ്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ കാത്തിരുന്ന ആ നിമിഷങ്ങൾ അവൾക്ക് കേവലം പ്രണയം പങ്കിടലോ ശരീരം പങ്കിടലോ ആയിരുന്നില്ല. മറിച്ച് അവൾ കാത്തിരുന്ന ഒരു താലിച്ചരടിന്റെ സുരക്ഷിതത്വത്തിനായുള്ള കൊതിയായിരുന്നു. നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നിട്ടുണ്ട് ലാവണ്യ. എന്റെ സമ്പത്തിന്റെ ഈ ലോകത്ത് ആരോരുമില്ലാതെ ഒറ്റപ്പെട്ട് എന്റെ അമ്മയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന എനിക്ക് നീ വന്നപ്പോൾ എന്റെ ലോകം മാറി. നിന്റെ സ്നേഹം, ആർദ്രത അതെന്റെ ജീവിതത്തെ പൂർണ്ണമാക്കി. ലാവണ്യയുടെ നെറുകിൽ പതിയെ ചുംബിച്ചുകൊണ്ട് അവൻ തുടർന്നു. നിന്റെ കഴിഞ്ഞുപോയ കാലങ്ങളോ നിന്റെ രണ്ടാനച്ഛന്റെ ദേഷ്യമോ അങ്ങനെ ഒരു കാര്യവും ഇനി നമുക്കിടയിൽ ഒരു തടസ്സമാകില്ല. ഇന്നു മുതൽ ഈ വീടും ഈ ജീവിതവും ഞാനും നിനക്ക് സ്വന്തമാണ്. നിന്റെ അമ്മയും എന്റെ അമ്മയും ഇവിടെ സന്തോഷത്തോടെ കഴിയട്ടെ. അവളുടെ കണ്ണുകൾ തുടച്ച് വിശാഖ് അവളെ കിടക്കയുടെ അരികിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോയിരുത്തി. നീ എന്റെ അമ്മയെ നോക്കിയ പോലെ സ്നേഹത്തോടെ, ക്ഷമയോടെ, ആർദ്രതയോടെ അതുപോലെയാണ് ഞാൻ നിന്നെയും സ്നേഹിക്കാൻ പോകുന്നത്. ഈ മുറിയിൽ ആഡംബരമുണ്ട്, പക്ഷേ നിന്റെ ഹൃദയത്തോളം തിളക്കമുള്ളതൊന്നും ഇവിടെയില്ല, വിശാഖ് പറഞ്ഞു. അവളുടെ മുഖം കൈകളിലെടുത്ത ശേഷം വിശാഖ് അവളുടെ നെറ്റിയിൽ ഒരിക്കൽ കൂടി മൃദുവായി ചുംബിച്ചു. ആ ചുംബനം അവരുടെ ആത്മാക്കൾ തമ്മിലുള്ള ഉടമ്പടി പോലെയായിരുന്നു. ആ വലിയ മുറിയിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായം ആരംഭിച്ചു. വിശാഖ് മെല്ലെ അവളുടെ മാറിലേക്ക് മുഖം ചേർത്തു വെച്ചു. അവളുടെ ടോപ്പിന്റെ കഴുത്ത് പതിയെ മാറ്റി. അവളിലെ പെണ്ണിലേക്ക് പതിയെ കടന്നു കയറാൻ തുടങ്ങി. മനസ്സിന്റെയും ശരീരത്തിന്റെയും ഇടർച്ച അടക്കി പിടിച്ചുകൊണ്ട് അവൾ പതിയെ കണ്ണുകൾ അടച്ചു. അവർ അവരുടെ ഒന്നുചേരലിന്റെ നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ വിശാഖ് അവളുടെ ചെവിയിൽ പതുക്കെ പറഞ്ഞു, ഇനി മുതൽ നീയാണെന്റെ സ്വർഗം.